സത്സംഗം എന്നാൽ ഭാവശുദ്ധിയാണ്, വികാരങ്ങളിലുള്ള ശുദ്ധി. വികാരങ്ങളാണ് നമ്മുടെ മനസ്സിനെ പ്രക്ഷുബ്ധമാക്കുന്നത്. എന്നാൽ സത്സംഗത്തിൽ നമ്മൾ ഒരുമിച്ച് പാടുമ്പോൾ, ജപം ചെയ്യുമ്പോൾ വൈകാരിക ശുദ്ധി അഥവാ ഭാവശുദ്ധി ആർജിക്കുന്നു. ഭാവത്തിൽ ശുദ്ധി ഉണ്ടെങ്കിൽ ബുദ്ധി കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ബുദ്ധി തെളിമയാർന്ന് നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പാടുക, ജപം ചെയ്യുക, ഇതെല്ലാം അത്യന്താപേക്ഷികം തന്നെ. ദീർഘമായ ശ്വാസം അകത്തേക്ക് എടുക്കാം. പൂർണ്ണമായും ശ്വാസം പുറത്തേക്ക് വിടാം. നമ്മുടെ ഹൃദയ ഭാഗത്ത് ശ്രീകൃഷ്ണ ഭഗവാനെ ഗുരുഭാവത്തിൽ പ്രതിഷ്ഠിക്കുക. ഗുരുവിന്റെ പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നതായുള്ള ഒരു ചിത്രം മനസ്സിൽ കാണാം. ഈ ഒരു ഭാവത്തിൽ ഞാൻ ആദ്യം ചാൻഡ് ചെയ്യാം, അതിനുശേഷം നമുക്ക് കൂടെ ചാൻഡ് ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവതേ വാസുദേവായ. ഓം നമോ 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 ഭഗവതേ വാസുദേവായ. ഓം ശ്രീ കൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീ കൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീ കൃഷ്ണായ പരമാത്മനേ
परमात्मने नमः। ॐ श्री कृष्णाय 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 परमात्मने नमः। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुदेवो महेश्वरः गुरु साक्षात् परं ब्रह्मा गुरु साक्षात् परं ब्रह्मा गुरु साक्षात् परं ब्रह्मा गुरु साक्षात् परं ब्रह्मा तस्मै श्री गुरवे नमः। तस्मै श्री गुरवे नमः। ॐ शान्ति शान्ति शान्तिः। ॐ शान्ति शान्ति शान्तिः। കൈകൾ മടിയിൽ മലർന്നിരിക്കട്ടെ. നമ്മുടെ മനസ്സിലും ശരീരത്തിലും ഉയരുന്ന ഊർജ പ്രവാഹത്തെ ശ്രദ്ധിച്ചുകൊണ്ട് സംതൃപ്തിയുടെ പുഞ്ചിരിയോടൊപ്പം വിശ്രമിക്കും. കുറച്ചു സമയം കണ്ണുകളടച്ച് നമ്മോടൊപ്പം ഇരിക്കും. നാം ഇപ്പോൾ ഗീതാധ്യാന ശ്ലോകം ചാൻഡ് ചെയ്യും. ഗീതാധ്യാന ശ്ലോകം അറിയുന്നവര് കൂടെ ചാൻഡ് തോന്നും. അറിയില്ലെങ്കിൽ കണ്ണുകളടച്ച് ആ ധ്യാന ശ്ലോകത്തിൻ്റെ പാരായണത്തിന് പൂർണ്ണമായും മുഴുകി ചേർന്ന് കണ്ണുകളടച്ച് വെച്ച് വിശ്രമിക്കും. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന
നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്തതാമി ഭഗവദ്ഗീതേ ഭഗവദ്വേഷിണീം നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ ഫുല്ലാരവിന്ദായ തവത്ര നേത്രാ യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയപ്രദീപഃ പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ സർവോപനിഷദോർഗാവോ ദോക്താ ഗോപാലനന്ദന പാർത്ഥോ വത്സസുധീർ ഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത് വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാ ഗാന്ധാരനീലോപലാ ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുലാ അശ്വത്ഥാമവികർണഘോരമകരാ ദുര്യോധനാവർത്തിനി ശ്രോതീർണാ ഖലു പാണ്ഡവൈരണനദി കൈവർത്തക കേശവ പാരാശര്യവജസരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധികം ലോകേ സജ്ജന ഷട്പദൈരഹരഃ പേവീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ദീർഘമായൊരു ശ്വാസം അകത്തേക്കെടുക്കാം. പൂർണ്ണമായ ശ്വാസം പുറത്തേക്ക് വിടും. ഹൃദയത്തിൽ നിറയുന്ന കൃതജ്ഞതയോടൊപ്പം സാവധാനം കണ്ണുകൾ തുറക്കാം. എല്ലാവർക്കും ശ്രീമദ് ഭഗവത്ഗീത മഹാജ്ഞാനയജ്ഞം 2ാം ദിനത്തിലേക്ക് സ്വാഗതം. എന്തിനാ നമ്മൾ കൈയടിക്കുന്നത്? കൈയടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കൈയടിക്കുന്നതിന്റെ പുറകിൽ ശാസ്ത്രമുണ്ട് കേട്ടോ. നമ്മുടെ തലച്ചോറ്, ബ്രെയിൻ, ഒരു കാര്യം കേൾക്കണമെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ശബ്ദമായിരിക്കണം?
ബ്രെയിൻ, നമ്മുടെ തലച്ചോറ് ശക്തമായിരിക്കണം അല്ല, ശരിയാണോ? ആ, ഈ തലച്ചോറിൽ വരുന്ന നെർവ്സ് ഉണ്ട്, നെർവ്സ്, ഞരമ്പുകൾ, അത് അവസാനിക്കുന്നത് കാലിൻ്റെ കാൽപാദത്തില്, പിന്നെ ഉള്ളം കൈയിൽ. നമ്മൾ കൈ അടിക്കുമ്പോൾ ഈ നെർവ്സിൽ ഉണ്ടാകുന്ന ഒരു സ്പന്ദനമുണ്ട്, ബുദ്ധിയെ ശക്തമാക്കും. നമ്മൾ പെട്ടെന്ന് കൈ അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക, എവിടെ നീ ഒച്ച കേൾക്കണം നോക്കിപ്പോ, ബുദ്ധി പെട്ടെന്ന് വരുന്നതാ. ആ ഒരു സ്പന്ദനത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. സ്പന്ദനത്തിന്, അതാണ് സത്സംഗത്തിരിക്കുമ്പോൾ കൈയടിച്ച് പാടാൻ പറയാന്. കൈയടിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്പന്ദനത്തിന്റെ ആ നിറവ് നമ്മൾ ശ്രദ്ധ കൂട്ടും. ഇത് ജ്ഞാനയജ്ഞാണ് അല്ലേ? അപ്പം ആ ജ്ഞാനം മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടാവണ്ടേ? അപ്പൊ എന്ത് ചെയ്യണം? കൈയടിച്ച് പാടണം. അതാണ് ഈ യജ്ഞത്തിന്റെ തുടക്കത്തില് സത്സംഗത്തില് കൈയടിച്ച് പാടാൻ പറയണത്. എങ്കിലത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്തിനാ പാടാൻ പറയണത്? കൈയടിച്ചു, ബുദ്ധി ശക്തമായി. ഇനി പാടുന്നതിന് വേണ്ടിയിട്ടാ പാടുന്നത്. ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ജ്ഞാനം, ഇത് ലോജിക്കാണ്. ഇതാണ് ജ്ഞാനം എന്ന് പറയുന്നത്, ലോജിക്കാണ്. വേറെ കഥയൊന്നുമല്ല, ഫാന്റസി ഒന്നുമല്ല, കഥയാണ്, കഥയൊന്നുമല്ല. ആ ലോജിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന്റെ ഏത് വശം? ഈ വശം, ഇടത്. ക്രിയേറ്റീവ് സൈഡ് ഉണ്ട്, ക്രിയേറ്റീവ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവനയുടെ വശം. അത് ബ്രെയിനിന്റെ ഏത് വശം? വലതുവശം. ഉറക്കെ പാടുമ്പോ ഈ ഭാവന ശക്തവും, എന്നുവെച്ചാൽ ബ്രെയിൻ രണ്ട് ഭാഗം അല്ലെ, തലച്ചോറ് രണ്ട് ഭാഗമാണ്. ഇതിൽ ഈ ഭാവനയുടെ വശം ശക്തവും. ജ്ഞാനം കേൾക്കുമ്പോ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് ശക്തവും. ബ്രെയിനിനെ ഫുള്ള് നമ്മൾ ഇവിടെ ആക്റ്റീവ് ചെയ്യുകയാണ്. സത്സംഗം നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഭാഗം, ജ്ഞാനയജ്ഞം ബ്രെയിനിന്റെ രണ്ടാമത്തെ ഭാഗം. പൂർണ്ണമായിട്ടും ഈ തലച്ചോറിന്റെ എല്ലാ ഭാഗത്തെയും ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് യജ്ഞത്തില് സത്സംഗത്തിന് ഇത്രയും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അല്ല, തുടങ്ങുന്ന സമയത്ത് എല്ലാവരും വന്നിരിക്കാൻ വേണ്ടി ചിലപ്പോൾ ചില പരിപാടിക്ക് മുന്നേ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പേ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും പാട്ടുകാരെ കൊണ്ടോ അല്ലെങ്കിൽ ഡാൻസ് കളിപ്പിക്കാറുണ്ടല്ലോ ഇവിടെ. അതല്ല, സത്സംഗത്തിലൂടെ മാത്രമേ യജ്ഞത്തിൽ പങ്കെടുക്കാൻ പാടുള്ളൂ. കാരണം എങ്കിലേ പറയുന്നതും ഗ്രഹിക്കാനുള്ള ബുദ്ധി നമുക്കുണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് രണ്ടാം ദിനം ഇന്ന് നമ്മൾ ശ്രവിക്കാനും പഠിക്കാനും അറിയാനും ചർച്ച ചെയ്യാനും പോകുന്ന ഭാഗം സാഖ്യയോഗം എന്ന് പറയും. സാഖ്യയോഗം, സാഖ്യ എന്ന വാക്കിനർത്ഥം തന്നെ അവയർനെസ് ത്രൂ നോളജ്, അവബോധം, ബുദ്ധി. ആ ബുദ്ധിയുടെ അവബോധത്തിലൂടെ, ബോധത്തിലിരുന്നാൽ നമുക്ക് എന്തിനും മനസ്സിലാവുള്ളൂ. ബോധം വേണ്ടേ? ഇവിടെ ഇരുന്നിട്ട് വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന എത്ര വലിയ അമൃതമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഇല്ല. എന്ത് വേണം അതിന്? ബോധം വേണം, അവബോധം ഉണ്ടായിരിക്കണം, അവയർനെസ് ഉണ്ടായിരിക്കണം. സാഖ്യയോഗം എന്നാൽ ആ അവയർനെസ് ആണ്. എന്താ? നമ്മൾ ജീവിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും ജീവിക്കുന്നുണ്ട്. എങ്ങനെയോ ജന്മം കിട്ടി, ഇനി എന്നോ ഒരിക്കലും ഭൂമിയിൽ നിന്ന് പോകും. ഇതൊരു തുടർച്ചയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ജീവിതം എന്ന് പറയുന്ന ഈ മഹാ പ്രക്രിയ. ഈ പ്രക്രിയയുടെ ഇടയിൽ എത്ര പേര് ബോധത്തിൽ ജീവിക്കുന്നുണ്ട്, അവബോധത്തിൽ ജീവിക്കുന്നുണ്ട്? അവബോധത്തിലാണെങ്കിൽ ഞാൻ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ഈ ചോദ്യങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവബോധത്തിലാണ് ജീവിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഹൂ ആം ഐ? ഞാൻ ആരാണ്? ഞാൻ നിഖിൽ മോഹൻ, അതെ, അവിടെ കാപ്പിത്തോട്ടം ഭാഗത്തുള്ള നിഖിൽ മോഹൻ അല്ലേ ഞാൻ? അതാണ് എൻ്റെ ഉത്തരം. ഹൂ ആം ഐ? ഞാൻ ആരാണ്? ഈ ചോദ്യം എപ്പോഴെങ്കിലും ഹൃദയത്തിൽ വന്നിട്ടുള്ളവർക്ക് കൈ ഉയർത്തിക്കുക. ഞാൻ ആരാണ് യഥാർത്ഥത്തില്? ചുമ്മാ ഓക്കെ, എനിക്കറിയാം. വെരി ഗുഡ്, വെരി ഗുഡ്. രണ്ടാമത്തെ ചോദ്യം: വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മൈ ലൈഫ്? എന്റെ ജീവിതം എന്തിനെനിക്ക് ലഭിച്ചത്? ലക്ഷ്യം എന്താണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം? വാട്ട് ഈസ് ദ പർപ്പസ്? അങ്ങനെ ചോദ്യം വന്നിട്ടുള്ള എത്ര പേരുണ്ട്? വെരി ഗുഡ്. ഈ രണ്ട് ചോദ്യങ്ങളുമാണ് സത്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന. കേട്ടിട്ടില്ലേ ഈ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ? ചോദ്യം ചോദിക്കണം. അർജുനൻ ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ചിട്ട് ശ്രീകൃഷ്ണനോട്, ഭഗവാനായി നിൽക്കുന്ന കൃഷ്ണനോട് ചോദ്യം ചോദിച്ചപ്പോഴാണ് ഭഗവത്ഗീത എന്ന മഹാജ്ഞാനം കിട്ടാനുണ്ടായ സാഹചര്യം ഉണ്ടായത്. അർജുനൻ ചോദിക്കാതിരുന്നെങ്കിലോ എന്തായതിന്റെ അവസ്ഥ? ഈ ഗീത കേൾക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല. അതാണ് നമ്മുടെ ഭാരത സംസ്കാരത്തിന്റെ പ്രത്യേകത. ബാക്കി എല്ലാ സംസ്കാരങ്ങളിലും സ്വർഗത്തിൽ നിന്ന് ഇതാണ് സംഭവം, ഇതാണ് സത്യം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തന്നിട്ടേ ഉള്ളൂ. പക്ഷെ ഭാരതം എന്നാല് അതാണ് നമ്മുടെ ഏറ്റവും എന്താ പറയാ ബ്യൂട്ടി എന്ന് പറയുന്നത്. അതാണ്
ചോദ്യം ചോദിക്കുകയാണ്. ശിഷ്യന്റെ ചോദ്യത്തിന്റെ മറുപടിയാണ് സകല ജ്ഞാനങ്ങളും സർവ ഉപനിഷത്തുകളും, യോഗാവശിഷ്ടം, അഷ്ടാക്ഷര ഗീത, ശ്രീമദ് ഭഗവത്ഗീത, ഭാഗവതം. ഇതെല്ലാം ഓരോ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ്. ഇപ്പൊ ചോദ്യം ചോദിക്കാത്ത ബുദ്ധിക്ക് ഉത്തരം പകർന്നു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ഈ രണ്ട് ചോദ്യങ്ങളും ലഭിച്ചെങ്കിൽ മാത്രം ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ഒരു ഗുരു നിങ്ങളുടെ ജീവിതത്തിൽ വരുള്ളൂ. ആ ഗുരുവിന്റെ അടുക്കിലേക്ക് എത്താനുള്ള നമ്മുടെ ആദ്യത്തെ യോഗ്യത എന്നുള്ളത് ഈ രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, ഞാൻ ആരാണ്? രണ്ടത്, എന്റെ പർപ്പസ് എന്താണ്? അർജുനന്റെ ഉള്ളിൽ ചോദ്യം വന്നു. അതായത് അർജുനൻ അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ആ യുദ്ധവേദി നിൽക്കുമ്പോ സത്യം ഏതാ, ധർമ്മ ഏതാ, ധർമ്മ ഏതാ അതറിയില്ല. രണ്ട്, ഏറ്റവും വലിയ ഭയമാണ്. അതായത് യുദ്ധത്തിൽ ഒരുപാട് പേര് കൊല്ലപ്പെടില്ലേ, ഈ കൊലക്കൊക്കെ കാരണക്കാരൻ ഞാനാവില്ലേ? ആ ഒരു അതൊന്നും പേരാനുള്ള ശക്തി എന്റെ ഹൃദയത്തിനില്ല. അതുകൊണ്ട് ഈ ചോദ്യം വരാനുള്ള കാരണം എന്നറിയോ? അർജുനൻ അറിയില്ല ഞാൻ ആരാണെന്ന്. ഹൂ ആം ഐ? അർജുനൻ സ്വയം അറിയില്ല. അതാണ് ചോദ്യം വരാനുണ്ടായ കാരണം. അപ്പോ അർജുനന്റെ വലിയ ചോദ്യം വന്നപ്പോ എന്ത് ചെയ്തു? കൃഷ്ണന്റെ മുമ്പില് സാഷ്ടാംഗം അങ്ങ് പ്രണമിച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ, എനിക്ക് വേറെ വഴിയില്ല, അങ്ങ് എനിക്കിതിന്റെ ഉത്തരം പറഞ്ഞ് നൽകിയാലും എന്ന് പറയണ നിമിഷമാണ് ഭഗവത്ഗീതയുടെ എസൻസ് എന്ന് പറയും. എന്ന് വെച്ചാൽ സത്തയാണ്. ഈ 18 അധ്യായത്തിന്റെയും സത്ത. അതാണ് രണ്ടാമത്തെ അധ്യായം, സാഖ്യയോഗം. ഈ സാഖ്യയോഗത്തിന്റെ കുറച്ചും കൂടെ വിപുലീകരിച്ചിട്ടുള്ളതാണ് ബാക്കി വരുന്ന 16 അധ്യായങ്ങളും. ഏറ്റവും പ്രധാനപ്പെട്ട ഭഗവത്ഗീത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് രണ്ടാമത്തെ അധ്യായം, സാഖ്യയോഗം. അതുകൊണ്ടാണ് ഈ സാഖ്യയോഗം തന്നെ നമ്മളെ ജ്ഞാനയജ്ഞമായിട്ട് നമ്മളെ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. യെസ്. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ നിങ്ങൾ മരണഭയത്തിൽ രക്ഷപ്പെടും, ജീവിതത്തിൽ ധർമ്മം എന്താണെന്ന് അറിയും. 3, സ്വയം ഉള്ളിലുള്ള സംശയം നിങ്ങൾക്ക് ദൂരീകരിക്കാൻ പറ്റും. അതായത് ജീവിത വിജയം നിങ്ങൾ കരസ്ഥമാക്കി എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു അനുഭവം, ആ ഒരു അനുഗ്രഹം ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ സത്യത്തിൽ നമ്മുടെ കഴിവുകൊണ്ടല്ല, ആരുടെ കാരുണ്യം കൊണ്ടാണ്? കാരുണ്യം ഭഗവാന്റെ, അതോ അച്ഛൻ്റെ അമ്മയുടെയാണോ? അല്ലേ? പിതൃക്കളുടെയാണോ? പ്രകൃതിയുടെയാണോ? എല്ലാം ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇതെല്ലാം ഒത്തുചേർന്നാലേ നമുക്ക് ഈ യജ്ഞത്തിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നന്ദി മാത്രമേ ഉള്ളൂ. ആരോടൊക്കെ നന്ദി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. അത്ര അനന്തമായിട്ട് കിടക്കാണ്. അതുകൊണ്ട് സർവപ്പോഴും സർവനേരവും ഉള്ളിൽ നന്ദി കൃതജ്ഞത മാത്രം വെക്കുക. കാരണം അത് മാത്രമേ നമുക്ക് ഇവിടെ ഇപ്പൊ അർപ്പിക്കാൻ പറ്റുള്ളൂ. യെസ്. അപ്പോ നമുക്ക് രണ്ടാം ദിനത്തിലേക്ക് കിടക്കാം, ഭഗവത്ഗീത. അപ്പൊ ഗീത കയ്യിലുള്ളവരെ കയ്യിലെടുത്തോളൂ. നമ്മൾ ഇന്നലെ 10 ശ്ലോകം വരെ നമ്മൾ ചാൻഡ് ചെയ്തു. നമ്മൾ ആ യജ്ഞത്തിൽ കടന്നുപോയി, ജ്ഞാനയജ്ഞത്തിലൂടെ. നമ്മൾ 11ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ തുടങ്ങാൻ പോകുന്നു രണ്ടാം ദിനം. അപ്പൊ ഗീത കയ്യിലുള്ളവരെ കയ്യിലെടുത്തോളൂ. ഈ ഗീത കയ്യിലില്ലെങ്കിൽ കണ്ണുകൾ അടച്ച് ആ ശ്ലോകം പാരായണം ചെയ്യുമ്പോൾ ആ ഹൃദയത്തിലേക്ക് ആ പാരായണം ചെയ്യുന്ന ശ്ലോകങ്ങൾ അങ്ങ് എടുക്കുക, എന്നിട്ട് കണ്ണടച്ചിരിക്കുക. 11ാം ശ്ലോകം. ശ്രീ ഭഗവാനുവാച അശോച്യാനന്യശോചസ്ത്വം പ്രജ്ഞാവാദംശ്ച ഭാഷസേ ഗതാസു ന ഗതാസുശ്ച നാനുശോചന്തി പണ്ഡിതാഃ. ശ്രീ ഭഗവാൻ പറഞ്ഞു, നീ ദുഃഖിക്കാൻ പാടില്ലാത്തവരെ കുറിച്ച് ദുഃഖിക്കുന്നു, ബുദ്ധിശാലിയെ പോലെ സംസാരിക്കുകയും ചെയ്യുന്നു. മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരെയും കുറിച്ച് വിവേകികൾ ദുഃഖിക്കാറുണ്ട്. കണ്ണടച്ച് ദീർഘമായ ശ്വാസം എടുക്കൂ. പൂർണ്ണമായ ശ്വാസം പുറത്തേക്ക് വിടാം. സാവധാനം കണ്ണുകൾ തുറക്കാം. അർജുനന്റെ ഓരോ ചോദ്യവും സത്യത്തില് അതിന് ധർമ്മമുണ്ട് അല്ലെ? എന്തിനാ യുദ്ധം? ഈ യുദ്ധം ചെയ്ത് ഇങ്ങനെ രാജ്യം നേടിയിട്ട് എന്തിനാ? അത് മാത്രമല്ല, യുദ്ധം ചെയ്യുന്ന ആർക്കെതിരെയാണ്? സ്വന്തം ഗുരുജനങ്ങൾക്കെതിരെ, സ്വന്തം പ്രിയപ്പെട്ടവർക്കെതിരെ. അങ്ങനെയൊക്കെ അവരെ നഷ്ടപ്പെടുത്തിയിട്ട് ഇനിയിപ്പോ രാജ്യം കിട്ടിയിട്ട് എന്താ കാര്യം?
അതൊന്നും വേണ്ട ഭഗവാൻ, എനിക്ക് യുദ്ധം ചെയ്യേണ്ട, അവർ രാജ്യം എടുത്തോട്ടെ, അവരെല്ലാം കൊണ്ടുപോകോട്ടെ എന്ന് പറഞ്ഞിട്ട് അർജുനൻ അവിടെ ഇരിക്കുന്ന സമയത്താണ്, കാരണം തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അർജുനന്. ആ അവസരത്തിൽ ഭഗവാന്റെ വാക്കാണ് 11ാമത്തെ ശ്ലോകം. ഇവിടം തൊട്ട് അധ്യായം 18, 66 67 ശ്ലോകം വരെ ഭഗവാന്റെ ഉപദേശങ്ങളാണ് കംപ്ലീറ്റ്ലി. ഇവിടെ തൊട്ട് തുടങ്ങുന്നത് ഈ അധ്യായം 2 11ാമത്തെ ശ്ലോകം മുതലാണ് ദ ടീച്ചിങ്സ് ഓഫ് ഭഗവത്ഗീത സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത്തത് ഭഗവാൻ അർജുനോട് പറയുന്നു, അർജുന, ഇത് തൊട്ട് 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന വാക്കുണ്ട്. അതായത് ചെറു മന്ദഹാസത്തോടെ ഭഗവാൻ അർജുനന് ഈ ഉത്തരം പറയാണ്, ചെറു മന്ദഹാസത്തോടെ. ആ മന്ദഹാസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അതായത് അർജുനന്റെ അവിവേകം അത് ഭഗവാൻ അറിഞ്ഞിട്ട് ആ ഒരു കാരുണ്യമാണ് ഭഗവാന്റെ ഉള്ളിലുള്ളത്. ആ കാരുണ്യത്തിൽ നിന്നും ഉണ്ടായ പുഞ്ചിരിയാണ്. ഇവിടെ കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കിക്കേ, ഒരു ചിരിയുണ്ടോ? ആ ചിരി എന്തിന്റെ ചിരിയാ? ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ചിരിയാണോ? അല്ല, അത് കാരുണ്യത്തിന്റെ ചിരിയാണ്. അവബോധത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ ഭഗവാൻ ആ കാരുണ്യം ചൊരിയുന്നതിന്റെ നിറവിന്റെ പുഞ്ചിരിയാണ്. അപ്പൊ അതേ പുഞ്ചിരിയോടൊപ്പം കൃഷ്ണൻ ഭഗവാൻ അർജുനോട് പറയാണ്, അർജുന, നീ പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുന്നു. പണ്ഡിതൻ, പണ്ഡിതൻ എന്ന വാക്കിന്റെ അർത്ഥം അറിയോ? നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പൊ പല ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഗ്രാഹ്യമുള്ളവരെ നമ്മൾ വിളിക്കും പണ്ഡിതൻ എന്ന്. സത്യത്തിൽ പണ്ഡിതന്റെ വാക്കെന്നറിയോ? പണ്ഡിതൻ. എല്ലാ മതങ്ങളിലും അവരെ പണ്ഡിതന്മാർ, എന്താ പറയാ, പണ്ഡിതന്മാർ അല്ലേ? മത പണ്ഡിതൻ എന്ന് പറയും. എല്ലാ മതങ്ങളും പറയുന്നത്. സത്യത്തില് ഈ പണ്ഡിതൻ എന്ന വാക്ക് പണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ആത്മസാക്ഷാത്കാരം എന്നുവെച്ചാൽ എൻലൈറ്റൻമെന്റ്. വൺ ഹു നോസ് അബൌട്ട് ദി എൻലൈറ്റൻമെന്റ്. ആർക്കാണോ ആത്മസാക്ഷാത്കാരത്തെ കുറിച്ച് അറിവുള്ളത്, അവിടെ എത്തിച്ചേർന്നത്, അതിനെപ്പറ്റി ബോധമുള്ളത്, അതാണ് പണ്ഡിതൻ. അപ്പൊ ഭഗവാൻ പറയാണ്, അർജുന, നീ ആത്മസാക്ഷാത്കാരം ഗ്രഹിച്ച ആൾക്കാരെ പോലെ സംസാരിക്കുന്നു, പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തില് നിന്റെ ദുഃഖം കാണുമ്പോൾ നീ ആ തലത്തിൽ എത്തിച്ചേർന്നിട്ടുമില്ല. എന്നുവെച്ചാൽ പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുന്നു. വലിയ നോളജാണ് അർജുനൻ പറയുന്നത് ഭഗവാനോട്. പക്ഷെ ഭഗവാൻ പറയണു, ഓ, പണ്ഡിതനെ പോലെയാണ് നീ പറയുന്നത്. പക്ഷേ ഈ പണ്ഡിതന്മാരൊരിക്കലും ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചോ മരിച്ചവരെ കുറിച്ചോ വിലപിക്കാറില്ല. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഉള്ളിലാണെങ്കിൽ പോലും മരണം എന്ന വാക്ക് കേൾക്കുമ്പോൾ എന്താണ് അവിടെ തീർന്നു, എന്താണെന്നറിയില്ല. മരണത്തിന് അപ്പുറം എനിക്കുണ്ടോ? അപ്പൊ പേടിയാണ് നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ, ഭയമാണ്. കാരണം എന്താ? ഞാനില്ലെങ്കിൽ എൻ്റെ കുടുംബം എന്ത് ചെയ്യും? പേടി പേടി. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആള് എൻ്റെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും? കണ്ടോ? അപ്പൊ നമ്മുടെ ബോധം എവിടെ ഇരിക്കുന്നത്? ഞാൻ വിചാരിക്കണത് എൻ്റെ അടുത്തിരിക്കുന്ന ആ വ്യക്തി ഒരു ശരീരമാണ്. അവിടെ ഭഗവാൻ സത്യത്തിൽ നമ്മുടെ എക്സിസ്റ്റൻസ്, ആ ചോദ്യം ഹൂ ആം ഐ, ഞാൻ ആരാണ് എന്ന സത്യത്തിലേക്ക് വെളിച്ചം തരാൻ പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടാണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ ഭഗവാൻ അർജുനോട് പറയുന്നു, നീ ഇങ്ങനെ വിലപിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, നീ ഒരു പണ്ഡിതനായിരുന്നെങ്കിൽ. എന്നിട്ട് ആദ്യത്തെ രഹസ്യം, മരണത്തെക്കുറിച്ചുള്ള ആദ്യത്തെ രഹസ്യം 12ാമത്തെ ശ്ലോകത്തിലൂടെ ഭഗവാൻ നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തരാൻ പോവാണ്. അപ്പം ശ്രദ്ധിച്ചു നോക്കി കേൾക്കാം 12ാമത്തെ ശ്ലോകം. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാ നചൈവ ഭവിഷ്യാമഃ സർവേ വയമപരം. ഞാനും നീയും ഒരു കാലത്തും ഇല്ലാതിരുന്നിട്ടില്ല. അതേപോലെ ഈ രാജാക്കന്മാരും ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല, ഇല്ലാതിരിക്കുകയുമില്ല, മേലിൽ ഇല്ലാതാവുകയുമില്ല. 13 ദേഹിനോസ്മിൻ യഥാ ദേഹി കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തി ധീരസ്തത്ര മുഹ്യതി. ജീവന് ഈ ദേഹത്തിൽ കൗമാരം, യൗവനം, ജര എന്നിവ എപ്രകാരം സംഭവിക്കുന്നുവോ അതേപോലെ തന്നെ മരണാനന്തരം മറ്റൊരു ദേഹപ്രാപ്തിയും ഉണ്ടാകുന്നു. ധീരന്മാർ ഈ മാറ്റത്തിന്റെ പൊരുളറിഞ്ഞ് ദുഃഖിക്കുന്നില്ല.
കണ്ണടച്ച് ഒരു ദീർഘമായ ശ്വാസം അകത്തേക്ക് എടുക്കാം. പൂർണ്ണമായും ശ്വാസം പുറത്തേക്ക് വിടാം. കണ്ണുകൾ തുറക്കാം. ഒന്നാമത്തെ രഹസ്യം, മരണത്തെക്കുറിച്ച് ഭഗവാൻ പറയുന്നു, അർജുന, അതിനാരാണ് മരിക്കുന്നത്? നീ എന്ന സത്യം യഥാർത്ഥത്തില് ഇവിടെ ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിട്ടേ ഇല്ല. ഇനി നശിക്കാനും പോകുന്നില്ല. ഇവിടെ കാണുന്ന യാതൊരു ഒരാൾക്കാരും സർവ്വചരാചരങ്ങളും ഇവിടെ ജനിച്ചിട്ടുമില്ല, ഇവിടെ മരിച്ചിട്ടുമില്ല. പിന്നെ നിന്റെ ദുഃഖം എന്തിന്? ഇത് ഉള്ളി കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മളും ചിന്തിക്കാതെ എങ്ങനെ ശരിയാവണേ? 40 കൊല്ലങ്ങൾക്ക് മുന്നേ ഞാൻ ഇവിടെ ജനിച്ചതാണല്ലോ, അപ്പോഴും ഞാൻ എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഭിത്തിയിൽ ഫോട്ടോ ഇരിക്കുന്ന അപ്പൂപ്പൻ മരിച്ചൊരു ദിവസം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അപ്പൂപ്പൻ മരിച്ചിട്ടില്ലേ? അയ്യോ, ആള് ഒന്ന് പോയതായിരുന്നു, ഇത് മരിച്ചിട്ടില്ലെന്നാ സാറ് പറയണത്. ജനനം മരണം ഇത് എന്താണെന്ന് ഭഗവാൻ പറയുന്ന നിമിഷങ്ങളാണ് 12ാമത്തെ ശ്ലോകം. ഏറ്റവും ശ്രേഷ്ഠമായ രഹസ്യം, നീ ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഞാൻ എന്ന സത്യം ഈ ശരീരമാണോ? ബോഡിയാണോ? ശരീരമാണെങ്കിൽ ഉറപ്പായിട്ട് അതിന് മരണമുണ്ട്, ഉറപ്പ്. ഈ ശരീരമാണ് ജനിച്ചു വന്നിട്ടുള്ളത്, അല്ലെ? ശരീരം അതൊരിക്കൽ ഇവിടെ മരിക്കുകയും ചെയ്യും, ഉറപ്പ്. അപ്പൊ ഭഗവാൻ പറയണം, അർജുനൻ നീ ശരീരമല്ല, പിന്നെ ഞാൻ എന്താണ്? ഇപ്പോ എന്റെ പേര് നിഖിൽ മോഹൻ. ഇപ്പൊ എന്റെ പ്രാണനില്ലാത്ത ഒരു ശരീരം ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ, ഒരു ശരീരമല്ല, പ്രാണനില്ലാത്ത ശരീരം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ നിഖിൽ മോഹൻ കിടക്കുന്നു എന്ന് പറയോ? ഇല്ല. പേര് പോലും പോയി, ശരിയാണോ? പേരില്ല. ഈ പേര് ആർക്കാണ് നിങ്ങൾ ഇട്ട് കൊടുത്തത്? സത്യത്തില് പേരിട്ടിരുന്നെങ്കിൽ ആ ശരീരത്തെ നിങ്ങൾ വിളിക്കണ്ടേ നിഖിൽ മോഹൻ കിടക്കണമെന്നാണ്. പക്ഷെ എന്തിന്റെ സാന്നിധ്യമാണ് പേര് പോലും ആ ശരീരത്തിന് ലഭിക്കാൻ എന്താ സാധ്യത ഉണ്ടായത്? ആ ഒരു അവസരം ഉണ്ടായത്, അവസ്ഥ ഉണ്ടായത്? സംതിങ്, എന്തോ ഒന്ന് അതിലുണ്ട്, എന്തോ ഒന്ന്. നമുക്കതിനെ ഊർജം എന്ന് വിളിക്കാം. മനസ്സിലാക്കാൻ വേണ്ടി അതിനെ ഊർജം എന്ന് വിളിക്കാം. ഈ ഊർജത്തെ നമുക്ക് നിർമ്മിക്കാൻ പറ്റുമോ? എവിടെയെങ്കിലും ഏതെങ്കിലും ലബോറട്ടറിയിലോ അല്ലെങ്കിൽ മറ്റേ സാമ്പാർ ഉണ്ടാക്കുന്ന പോലെ അടുപ്പിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ജീവൻ കൊണ്ടിട്ട് തിളച്ചു വന്നത് കുഞ്ഞായിട്ടാണോ? ഇല്ല. അപ്പൊ ജീവൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഊർജത്തെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഊർജത്തെ നശിപ്പിക്കാൻ പറ്റുമോ? നശിപ്പിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഊർജത്തെ നമുക്ക് നശിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഊർജം ഒരു ഭാവത്തിൽ നിന്ന് മറ്റൊരു ഭാവത്തിലേക്ക് അതിന്റെ ട്രാൻസ്ഫോർമേഷൻ വന്ന് പോകുന്നത് മാത്രമേ ഉള്ളൂ, നശിക്കുന്നില്ല ഊർജം. അങ്ങനെ മനസ്സിലാക്കാം. തുടക്കം നിലയില് ഇപ്പൊ ഞാൻ ഊർജമാണെന്ന് ഒരു ബോധം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഉണ്ടായിട്ടുണ്ടോ? ഊർജമാണ് അല്ലേ? ഞാൻ ഊർജമല്ലായിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ശരീരത്തെ നിങ്ങൾ നിഖിൽ മോഹൻ കിടക്കണമെന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ അംഗീകരിച്ചു. അല്ല, നിഖിൽ മോഹൻ എന്ന പേരിട്ടത് ആ ശരീരത്തിനല്ല, ആ ശരീരത്തിനുണ്ടായ ചൈതന്യം ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ഇട്ട് വിളിച്ചിരുന്ന പേരാണ് ആ നിഖിൽ മോഹൻ എന്നുള്ളത്. അപ്പൊ എന്റെ ഊർജത്തിലാണ് നിങ്ങൾ പേരിട്ട് വിളിച്ചത് നിഖിൽ മോഹൻ എന്ന്. ആണോ? അതെ. എല്ലാവർക്കും ഒരേ ശരീരമല്ല, ഒരേ ശരീരമാണ് അല്ലേ? സ്ത്രീകൾ പുരുഷന്മാർ അതോടെ നിൽക്കട്ടെ, ഏതെങ്കിലും ബിരുദന്മാർ ചോദിക്കാറില്ല സ്ത്രീകൾ വേറെ പുരുഷന്മാർ വേറെ, അങ്ങനെയല്ല. ശരീരം എന്ന് കൂട്ടിയാൽ മതി. ഹ്യൂമൻ ബോഡി എല്ലാവർക്കും ഒരേ കോമ്പോസിഷൻ അല്ലേ? തലച്ചോറ് രക്തത്തിലൂടെ ഒഴുകുന്നത്. ചുവന്ന രക്തം തന്നെയല്ലേ? അപ്പോഴും പച്ച രക്തം ഇറങ്ങിയുണ്ടോ? മഞ്ഞ രക്തം ഇല്ല, ചുവന്ന രക്തം തന്നെ ഒഴുകിക്കൊണ്ടിരിക്കണേ. ഹൃദയം എല്ലാവർക്കും ഉണ്ട്, ശ്വാസകോശം, വൃക്കകൾ എല്ലാം സെയിമാ. പക്ഷെ നിങ്ങളെല്ലാവരും വ്യത്യസ്തമല്ലേ? വ്യത്യസ്തമാണ്. അതെങ്ങനെ വ്യത്യസ്തമായത്? എങ്ങനെ വ്യത്യസ്തമായത്? നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചപ്പാട് ഡിഫറൻറ്റാ. മനസ്സ് വ്യത്യസ്തമാണ്, ആണോ അല്ലയോ? അതെ. ആ മനസ്സിൽ നിന്ന് കിട്ടുന്ന ഓരോ ചിന്തകളും വ്യത്യസ്തമാണ്. ആ ചിന്തകൾക്ക് അനുസൃതമായിട്ട് നിങ്ങൾ ജീവിക്കുന്നുണ്ട്. യെസ്, ഈ ഹാർഡ്വെയർ സെയിമാ. പക്ഷേ ഈ ഹാർഡ്വെയറിൽ, ഈ ശരീരത്തില് ഒരു ഊർജത്തിന്റെ സാന്നിധ്യം നിങ്ങളെ ജീവിപ്പിക്കുന്നു. ഒരു സാന്നിധ്യം. ആ സാന്നിധ്യം എന്താ അറിയില്ല. നമ്മൾ അതിന് ഊർജം എന്ന് വിളിക്കുന്നു. എന്നിട്ട് ഭഗവാൻ പറയുന്നു, അർജുന, ആ സാന്നിധ്യം ബാല്യകാലത്തിൽ നിന്നും യൗവനത്തിലേക്ക് ഒരു മനുഷ്യൻ കടക്കുന്നത് പോലെ, യൗവനത്തിൽ നിന്നും വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നത് പോലെ. സത്യത്തിൽ ഓരോ ബർത്ത്ഡേ വരുമ്പോഴാണ് അറിയുന്നത് എനിക്ക് ഇത്രയും വയസ്സായിരുന്നു. അപ്പൊ നമ്മൾ ഓർക്കും നമുക്കൊരു മാറ്റില്ല. അത് എപ്പോഴും കൃത്യമായിട്ട് അറിയണമെന്ന് അറിയോ? ഒരു 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പെട്ടെന്ന് നമുക്ക് പ്രായം എല്ലാം മാറും. താടി വരും, അല്ലെങ്കിൽ ശരീരം മൊത്തത്തിലൊക്കെ മാറും. ഒരു കോളേജ് ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ശരീരമൊക്കെ ഇങ്ങനെ സെയിം ആയിരിക്കും.
അപ്പൊ നമ്മള് ആ സമയത്ത് നമ്മുടെ വീട്ടിൽ ചെറിയ മക്കളെന്ന് വിചാരിക്കുക, അവര് സ്കൂളിൽ പോണ പ്രായമാണ്. ഒരു 5 വർഷം നമ്മൾ ഇങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ സ്കൂളിൽ പഠിക്കുന്ന മോൻ അല്ലെങ്കിൽ മോൻ 5 വർഷം കൊണ്ട് 5ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടായിരിക്കും. നീ ഇത്രയും വലുതായോ? ആ സമയത്ത് ഭയങ്കര തിരിച്ചറിയാൻ പറ്റും, ആ വളർച്ചയ്ക്ക് അറിയാൻ പറ്റും. പക്ഷെ നമുക്കൊരു മാറ്റം നമ്മൾ കരുതുന്നത് അല്ല. ആ 5ാം ക്ലാസ്സുകാരി 10ാം ക്ലാസ്സിൽ എത്തുന്ന പോലെ തന്നെ 5 വർഷം കൊണ്ട് ഞാനും മാറിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ആ മാറ്റം, അറിയാൻ പറ്റില്ല. നമ്മൾ വളരുമ്പോൾ നമ്മൾ എപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ബർത്ത്ഡേ വരുമ്പോൾ മാത്രം ചിലപ്പോൾ നമ്മുടെ വയസ്സ് പോലും നമ്മൾ ഓർക്കുന്നുള്ളൂ. ഈ മാറ്റം സൂക്ഷ്മമാണ്, നമ്മൾ അറിയുന്നില്ല. എന്നതുപോലെ തന്നെയാണ് ആത്മാവ്, ആ ഊർജം ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നത്. അതായത് നമ്മൾ ഓർക്കണം, മരണസമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ എൻ്റെ കഴുത്തിൽ ആളുടെ പിടിക്കും. നമ്മൾ കാണുന്നുണ്ടല്ലോ, ചില ചിത്രങ്ങൾ കാണാറുണ്ടല്ലോ, മറ്റേ കയ്യിൽ മറ്റേ പോത്തിന്റെ മുകളിൽ മറ്റേ കയറൊക്കെയായിട്ട് ആൾ വരും രാത്രി എന്റെ കഴുത്തെ പിടിച്ച് തൂക്കി എടുത്തോണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ പേടിയാണ് അയാളെ, ഈ പോത്തിന്റെ മുകളിൽ വന്ന ആളെ ഭയങ്കര പേടിയാണ്. ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ആണെങ്കിൽ കയ്യിലൊരു വാളം പിടിച്ചുകൊണ്ടൊരു വലിയൊരു ഡ്രസ്സ്, ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ട് ആളുകൾ നടന്നു വരുന്ന പറയാം. എന്നിട്ട് അയാൾ ഇങ്ങനെ ആ വാളിന്റെ അറ്റത്തെ തലയിൽ തോണ്ടി എടുത്തുകൊണ്ട് എങ്ങോട്ടും നരകത്തിൽ കൊണ്ടുപോകും, ഈ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അപ്പൊ പേടിയാണ്. ആരോ ഒരാളെ എന്നെ എടുത്തുകൊണ്ട് വളരണം മരണം. അവനെന്താ പറയണെന്നറിയോ? സോ സിമ്പിൾ, സോ സിമ്പിൾ. മരണം എന്ന് പറയണത് നിങ്ങൾക്ക് അത്രയും ഒരു സന്തോഷം നൽകുന്ന ഒരു അനുഭവം ഉണ്ടാവില്ല. ഗുരുദേവ് ശ്രീ ശങ്കർജി അത് പറയാറുണ്ട്. അതായത് നമ്മളെ ഈ മുഷിഞ്ഞ വസ്ത്രം അത് ഊരി ഇട്ട് കഴിയുമ്പോ പുതിയ വസ്ത്രം ധരിക്കുമ്പോ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, ഇതാണ് മരണം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കണം എന്താ, എന്റെ ദൈവമേ ലഭിച്ചോണ്ടിരിക്കും, വിഷമിച്ചോണ്ടിരിക്കും. ആ കിടക്കുന്ന ആള് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് ഇരിക്കുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് നമ്മളിങ്ങനെ വിഷമിച്ച് കരഞ്ഞോണ്ടിരിക്കും. ആ വ്യക്തി ചിന്തിക്കുന്ന, അതായത് ആ ശരീരം വിട്ടയാള് സ്വസ്ഥമായി സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ നമ്മൾ വെറുതെ കരഞ്ഞോണ്ടിരിക്കും. ഈ തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടോ, അവര് ഈ ഡെഡ് ബോഡീസിനെ കൊണ്ടുവന്ന് ഇങ്ങനെ പാട്ട് പാടി നല്ല തമിഴ്നാട്ടിൽ ജനിച്ചിരുന്നെങ്കിൽ സന്തോഷമായിട്ട് പോയാണ്. കാരണം എല്ലാവരും ആഘോഷിച്ച ഇത് ഡെഡ് ബോഡിയെ കൊണ്ട് പോകുന്നത്. അതാണ് ഈ മരിച്ച ആ ഒരു സമയത്ത് നമ്മള് രാമനാമം ചാന്റ് ചെയ്യാൻ പറയണത്, രാമായണം ചാന്റ് ചെയ്യാൻ പറയണത്. കാരണം അത് ആ വ്യക്തി കേൾക്കുന്നുണ്ട്, ആ ആത്മാവ് കേൾക്കുന്നുണ്ടത്. അതിനെപ്പറ്റി വിശദമായിട്ട് പറയുന്ന ഒരു ഉപനിഷത്താണ് കഠോപനിഷത്ത്. കേട്ടോ, അതവിടെ നിൽക്കട്ടെ, ഇവിടെ ചർച്ച ചെയ്യുന്ന ഭഗവത്ഗീതയാണല്ലോ. അപ്പൊ ഇതാണ് മരണം എന്ന് പറയുന്നത്. വി ആർ നോട്ട്, നമ്മൾ ഒരിക്കലും മരിക്കുന്നില്ല. നമ്മൾ വിചാരിക്കരുത് ഞാൻ മരിച്ചെന്തോ തീർന്നു പോകുന്നു. ഇല്ല, ഞാൻ ജനിച്ചാലല്ലേ ഞാൻ മരിക്കുന്നുള്ളൂ. ഈ സൂക്ഷ്മമായ കാര്യം ഭഗവാൻ അർജുന് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ നീ എന്തിനാ ബലപിക്കുന്നത്? നീ ആരെ കൊല്ലുന്നു എന്നാ പറയണത്? അല്ല, ആരും ഇവിടെ മരിക്കുന്നില്ല, ആരും കൊല്ലാൻ സാധിക്കില്ല. ഇത് കേട്ടപ്പോ അർജുന കൃത്യമാവുന്നല്ലോ എന്റെ ഭഗവാനെ പറയണത്. അങ്ങനെ ജനിക്കാതിരിക്കാനും മരിക്കാതിരിക്കാനും സാധിക്കുമോ? ഇങ്ങനെ മരണമില്ലാത്തൊരു അവസ്ഥയുണ്ടോ? ഞാൻ ഊർജ്ജമാണെന്ന് ഭഗവാൻ പറയുന്നുണ്ടെങ്കിൽ അത് ഞാൻ എങ്ങനെയാ അനുഭവിക്കുന്നത്? അതെങ്ങനെ അറിയാൻ പറ്റും ഞാൻ ഊർജ്ജമാണെന്ന്? അറിയണ്ടേ? ആ ഒരു ഉത്തരത്തിലേക്ക് 14ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കണം. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാ ആഗമാപായിനോ നിത്യാ താസ്തി ദിക്ഷസ്വ ഭാരത. അല്ലയോ അർജുന, ഇന്ദ്രിയ വിഷയങ്ങൾ ചേരുമ്പോൾ അനിത്യങ്ങളായ ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം എന്നിവ ഉണ്ടാകുന്നു. അവ വന്നു പോയിക്കൊണ്ടിരിക്കുന്നവയും നശിക്കുന്നവയുമാണ്. അതുകൊണ്ട് അവയെ ഹരണം ചെയ്യുക. 15 യം ഹി നാവ്യഥയന്ത്യത്തെ പുരുഷം പുരുഷർഷഭാ സമദുഃഖ സുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. ഹേ പുരുഷശ്രേഷ്ഠ, സുഖദുഃഖങ്ങളെ തുല്യമായി കരുതുന്ന ധീരനെ ഈ വിഷയാനുഭവങ്ങൾ ക്ലേശിപ്പിക്കുന്നില്ല. അയാൾ മോക്ഷത്തിന് യോഗ്യനാകുന്നു. കണ്ണുകളടച്ച് ദീർഘമായ ശ്വാസമുഖത്തേക്ക് എടുക്കാം. സാവധാന ശ്വാസം പുറത്തേക്ക് വിടാം. കണ്ണുകൾ തുറക്കാം. ഒരു ഉദാഹരണം നിങ്ങളൊന്ന് കേട്ടോളൂ കേട്ടോ. അടുക്കളയിൽ വെള്ളം ചൂടാക്കുന്ന എത്രയുണ്ട്? വെള്ളം ചൂടാക്കാറുണ്ട്, എല്ലാവരും ചൂടാക്കാറുണ്ട്. ശരി, ഈ വെള്ളം
നമ്മൾ എങ്ങനെ ചൂടാക്കുന്നത്? സ്റ്റൗവിന്റെ മുകളിൽ വെക്കുന്നു. സ്റ്റൗവിൽ നിന്ന് എന്ത് വരും? തീ വരും. ആ തീ ആ പാനിലേക്ക് വരുന്നു. അതിൻ്റെ അകത്തിരിക്കുന്ന വെള്ളം ചൂടാവുന്നു. അപ്പോ ആ വെള്ളത്തിന്റെ സ്വഭാവം എന്താ? ചൂടാണ് ആ വെള്ളത്തിന്റെ സ്വഭാവം. ശരിക്കും ഈ വെള്ളത്തിന് ചൂടുണ്ടായിരുന്നോ? ഇല്ല. ആ തിളച്ച സമയത്താണ് ചൂട് വന്നത്. ഈ ചൂട് എപ്പോഴും നിലനിൽക്കും? കുറച്ച് കഴിയുമ്പോൾ തണുക്കും അല്ലേ? അപ്പൊ ചൂട് എവിടെ നിന്നോ വന്നു, കുറച്ച് സമയം ചൂടായി, അതിനുശേഷം ചൂട് ആ വെള്ളത്തിൽ നിന്നും കുറച്ച് കഴിഞ്ഞപ്പോ പോയി വെള്ളം വീണ്ടും തണുത്തു. ഈ വെള്ളത്തിൽ ചൂട് വരാനുള്ള കാരണം എന്താ? അതിന്റെ പാൻ അടിക്കണം. ആ ഒരു പാത്രം ചൂടായത് കൊണ്ടാണ് വെള്ളത്തിലേക്ക് ചൂട് പകർന്ന് കിട്ടിയത്. ശ്രദ്ധിക്കണേ, വാക്ക് ശ്രദ്ധിക്കണം. എന്താ പകർന്ന് കിട്ടി? എങ്ങനെ? ആ പാത്രത്തിൽ നിന്നും ചൂട് പകർന്ന് കിട്ടിയപ്പോൾ വെള്ളം ചൂടായി, പാത്രത്തിന്റെ ചൂടും പോയി. അപ്പൊ വെള്ളത്തിന്റെ കുറച്ച് കഴിയുമ്പോൾ വെള്ളത്തിന്റെ ചൂടും പോയി. ഈ പാത്രം ചൂടായിരുന്നു തുടക്കം മുതല്? അല്ല, പാത്രത്തിനും ചൂട് പകർന്ന് കിട്ടിയതാണ്. എവിടെ നിന്ന് കിട്ടി? തീയിൽ നിന്ന്. തീ ഉള്ളത് കൊണ്ട് പാത്രം ചൂടായി, വെള്ളം ചൂടായി. തീ ഇല്ലാതായപ്പോൾ ഇത് സംഭവിച്ചു? പാത്രവും തണുത്തു, വെള്ളവും തണുത്തു അല്ലേ? ഇനി തീക്ക് ചൂട് പകർന്ന് കിട്ടിയതാണോ? തീ ചൂട് പകർന്ന് കിട്ടിയതാണോ? അല്ല. തീയുടെ സ്വഭാവം എന്താ? ചൂട്. ആ ചൂടാണ് തീ എന്ന് പറയണത്, ആണല്ലോ? യെസ്. ഇതൊന്ന് മനസ്സിൽ കരുതിക്കോ. തീന്റെ സ്വഭാവം ചൂടാണ്. അത് തുടക്കം മുതലേ തീ എന്ന് പറയുന്നത് ചൂട് തന്നെയാണ്. ഈ ചൂട് പകർന്ന് കിട്ടിയപ്പോൾ പാൻ ചൂടായി. ആ പാനിൽ നിന്നുള്ള ചൂട് വെള്ളത്തിലേക്കും പോയി അല്ലേ? എന്നതുപോലെ തന്നെ എന്തോ ഒരു ചൂടിന്റെ സാന്നിധ്യം എന്റെ ശരീരത്തെ ഇപ്പൊ ചൂടാക്കി നിർത്തിയിരിക്കുക. ഏതോ ഒരു ചൂട്. ആ ചൂടിന്റെ സ്വഭാവമാണെന്ത്? ആ ഒരു തീ എന്ന് പറയണത്, ആ തീന്റെ സ്വഭാവമാണെന്ത്? ചൂടെന്ന് പറയണത് അല്ലേ? നമുക്ക് വേണമെങ്കിൽ വേറെ രീതി പറയാം. ഈ പാത്രം ചൂടാവുന്ന അവസ്ഥയാണ് ജനനം. ആ പാത്രത്തിൽ നിന്ന് ചൂട് പോകുന്ന അവസ്ഥയാണ് മരണം. വെള്ളം ചൂടാവുന്ന അവസ്ഥയാണ് ജനനം. ആ വെള്ളം തണുക്കുന്ന അവസ്ഥയുടെ പേരെന്താണ്? മരണം. ഈ തീക്ക് ജനനവും മരണവും ഉണ്ടോ? തീക്ക് അത് ഓൾറെഡി ചൂടാണ്. അപ്പൊ ഏതോ ഒരു ജനനവും മരണവും ഇല്ലാത്ത ഒന്നിന്റെ സാന്നിധ്യമാണ് ഈ പാത്രത്തെ എന്താക്കിയത്? ചൂടാക്കി തണുപ്പിച്ചത്. ഇത് ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലായോ? അപ്പൊ ഏതോ ഒന്നിന് ജനനവും ഇല്ല, മരണവും ഇല്ല. അതിന്റെ സാന്നിധ്യമാണ് എന്റെ ശരീരത്തെ ചൂടാക്കി നിർത്തിയിരിക്കുന്നത്. ഇപ്പോ ഇത് കുറച്ച് കഴിഞ്ഞ് തണുത്തു ഇത്. പക്ഷെ ഈ ശരീരം തണുത്താലും ആ തീ അവിടെ തന്നെ ഇരിക്കും. കാരണം അതിന് ജനനമില്ല, മരണമില്ല. അതിന്റെ സ്വഭാവം തന്നെ എന്താ? നിലനിൽപ്പാണ് അതിന്റെ സ്വഭാവം. തീന്റെ സ്വഭാവം ചൂട് എന്ന് പറയുന്നത് പോലെ ആ ഊർജത്തിന്റെ സ്വഭാവമാണ് നിലനിൽപ്പ്. അതുകൊണ്ടാണ് ഇതിന് ജനനവും ഇല്ല, മരണവും ഇല്ലെന്ന് പറയുന്നത്. അർജുനോട് പറയണു, അർജുന, ആ നിലനിൽപ്പാണ് നീ. ആ ജനനവും ഇല്ല, മരണവും ഇല്ലാത്ത ആ ഒരു ഊർജത്തിന്റെ ഭഗവാൻ വിളിക്കുന്നതിന് ആത്മാവ്, ആത്മതത്വം. അതാണ് നീ. ആത്മതത്വമാണ് നീ. ആത്മതത്വമാണ് നീ എന്ന് തിരിച്ചറിയാതിരിക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? നീ സ്വയം ചിന്തിക്കുന്നത് നീ ശരീരമാണ്. കാരണം എന്താ? അതെല്ലാവർക്കും ഉള്ള കാര്യമാണ്. ചൂട്, തണുപ്പ്, സുഖം, ദുഃഖം, വിജയം, പരാജയം, ഇതിലൂടെ എല്ലാം നമ്മൾ വികാരാവശരായിട്ട് ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഈ അവസ്ഥയോട് പോയിട്ടുണ്ട്. കാരണം എന്താ? അയ്യോ, ഞാനാണ് വിജയിച്ചത്, അപ്പൊ നല്ല സന്തോഷമായി. അയ്യോ, ഞാൻ പരാജയപ്പെട്ടു, എവിടെ? അപ്പൊ ദുഃഖമായി. അയ്യോ, എനിക്ക് നല്ല ചൂട്, എനിക്ക് നല്ല തണുപ്പ്, അതെ, എനിക്ക് നല്ല സുഖം, എന്ത് രസാണ്. അയ്യോ, എനിക്ക് മുഴുവൻ ദുഃഖം. കണ്ടോ? അപ്പം ഈ സുഖവും ദുഃഖവും ചൂടും തണുപ്പും വിജയവും പരാജയവും ഇത് നിങ്ങൾക്ക് ബോധമുള്ളപ്പോൾ മാത്രമേ ഉള്ളൂ. രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ എത്ര വലിയ പരീക്ഷ തോറ്റിട്ട് ഇരിക്കണമെങ്കിലും അല്ലെങ്കിൽ ലോകത്തിന്റെ കൊടുമുടി കീഴടക്കേണ്ടി ഇരിക്കണമെങ്കിലും ആ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്തെങ്കിലും അറിയുന്നുണ്ടോ? രാവിലെ എണീക്കുമ്പോൾ പിന്നെ അയ്യോ എന്തായാലും ഇന്നലെ സംഭവിച്ചല്ലോ, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയോ നേടി. ഉണർന്നിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ആണോ? അവബോധമുള്ള സമയത്ത് ഉറങ്ങിക്കിടക്കുമ്പോൾ ഇതൊന്നുമില്ല അല്ലേ? അപ്പൊ ബോധം വരുമ്പോൾ സുഖത്തിലേക്കും ദുഃഖത്തിലേക്കും വിജയത്തിലേക്കും പരാജയത്തിലേക്കും ചൂടിലേക്കും ഉഷ്ണത്തിലേക്കും പോകും. കാരണം എന്താ? ശരീരബോധം വന്നു. ആ സമയത്ത് ഉറങ്ങിക്കിടക്കുമ്പോൾ ആർക്കെങ്കിലും ശരീരബോധം ഉണ്ടോ? ഉറങ്ങിക്കിടക്കുമ്പോൾ ഓ എത്ര പാവാണ് കിടന്നുറങ്ങുമ്പോൾ. കാരണം അത് ബോധമില്ല. ബോധം വന്നാൽ ഈ ലോകത്തെ എടുത്ത് വീടിനെ ഇങ്ങനെ തറവാടിനെ എടുത്ത് മറത്തി വെക്കെന്ന് പറയും. അതാണ് സ്വഭാവം കഴിയട്ടെ. ഉറങ്ങിക്കിടക്കുമ്പോൾ നമുക്ക് അവബോധം ഇല്ല. ഭഗവാൻ പറയണു, ഈ അവബോധത്തെ, നിന്റെ ഈ അവയർനെസ്സിനെ നീ എന്ത് ചെയ്യണം?
ഡോണ്ട് അറ്റാച്ച് ഇറ്റ് വിത്ത് ബോഡി. ശരീരവുമായിട്ട് നീ കണക്ട് ചെയ്യരുത്. കാരണം അത് വെറും വെള്ളം മാത്രം. ചൂട് കിട്ടിയപ്പോൾ ചൂടായിട്ട് നിൽക്കണോ, കുറച്ച് കഴിയുമ്പോൾ ചൂട് പോകുമ്പോൾ ആ വെള്ളം തണുക്കുന്നത് പോലെ ഈ ശരീരവും തീർന്നു പോകും. അതല്ല നിന്റെ എക്സിസ്റ്റൻസ്. നീ ആത്മാവാണ്, ആത്മാവ്. പക്ഷെ നീ ഈ സുഖത്തിലും ദുഃഖത്തിലും വിജയത്തിലും പരാജയത്തിലും നിന്റെ മനസ്സൊടക്കുന്നത് കൊണ്ടാണ് നിന്റെ യഥാർത്ഥ എക്സിസ്റ്റൻസിനെ നീ മറന്നു പോകുന്നത്. നിന്റെ യഥാർത്ഥ എക്സിസ്റ്റൻസിന് ഈ കാറിൽ നമ്മൾ പെട്രോൾ ഒഴിക്കില്ലേ, അല്ലെങ്കിൽ വേണ്ട ഡീസൽ ഒഴിക്കില്ലേ? ഡീസലിനോ അല്ലെങ്കിൽ പെട്രോളിനോ അറിയാം വണ്ടി ഓടിക്കുന്ന ആരാ, വണ്ടി എങ്ങോട്ടോ പോകണമെന്ന് ഡീസലിനോ പെട്രോളിനോ വല്ല അറിയുള്ളൂ? ഇല്ല. അതായത് കിടക്കുന്നത് കത്തുന്നത് മാത്രമേ ഉള്ളൂ. വണ്ടി ഓടിക്കുന്ന ആരും ലൈസൻസ് ഉണ്ടോ, ലൈസൻസ് ഇല്ലയോ, കാർ ഏതാ, BMW ആണോ, അത് മാരുതി 800 ആണോ, ഇതൊന്നും പെട്രോളിനോ ഡീസലിനോ അറിയേണ്ട ആവശ്യമില്ലല്ലോ. എന്നതുപോലെ തന്നെയാണ് ആത്മാവിന്റെ സാന്നിധ്യം. പെട്രോളും ഡീസലും ഇല്ലാതെ വണ്ടി ഓടില്ല എന്നതുപോലെ തന്നെ ആത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തെ നിലനിർത്തി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അത്രമാത്രം. അതില്ലാതെ ഈ വണ്ടി മുന്നോട്ട് പോവില്ല. പക്ഷേ ഈ വണ്ടിക്ക് ആരാണ് ഓടിക്കുന്നത് അറിയേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല. എന്നതുപോലെ തന്നെയുള്ളൂ നിങ്ങൾ. ആ ഒരു നിലനിൽപ്പാണ്, ആ ഊർജ്ജമാണ് നിലനിൽപ്പാണെന്നുള്ള ബോധമുണ്ടെങ്കിൽ ആര് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളത് ബാധിക്കില്ല. കാരണം നിങ്ങൾക്കറിയാം ഇതൊക്കെ നൈമിഷികമല്ലേ. എത്ര പേരുടെ ജീവിതത്തിൽ തുടക്കം മുതലേ ഉണ്ടായിരുന്ന ദുഃഖം ഇപ്പോഴും ഉണ്ട്. ഉണ്ടോ? ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടല്ലോ. എന്തായാലും ആ വിഷമങ്ങളൊക്കെ ഇപ്പോഴും സാർ എൻ്റെ കൂടെ ഉണ്ട്. 40 വർഷമായി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? 40 വർഷം കൊണ്ട് കല്യാണം കഴിച്ചത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ മോന്ത കാണുമ്പോൾ വിഷമം അങ്ങനെയുണ്ടോ? അങ്ങനെ നിന്നിട്ടല്ലേ? ഈ ദുഃഖം മാറിക്കൊണ്ടിരിക്കും. യെസ് ഓർ നോ? ആ വികാരത്തിന്റെ തീവ്രത ഞാൻ പറയണത്, ആ സംഭവം നടക്കുന്ന സമയത്ത് നമുക്ക് വിഷമവും സന്തോഷമൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ വേണ്ട എത്ര വലിയ വിജയം നേടിയെടുത്തു കഴിഞ്ഞാലും ആ വിജയം നേടുമ്പോൾ ഉണ്ടാവുന്നൊരു ഉത്സാഹം അതെപ്പോഴും നിലനിൽക്കുമോ? ഇല്ല. മാറിക്കൊണ്ടിരിക്കുക. ആ ചൂടായ വെള്ളം തണുക്കുന്നത് പോലെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ അനുഭവത്തിൽ പെടുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ വ്യക്തി, ആ അനുഭവം ഉണ്ടാക്കി തന്ന വ്യക്തിയെ സ്നേഹിക്കുന്നതും വെറുക്കുന്നതും എല്ലാം ഒന്ന് തന്നെയാണ്. ദുഃഖം തന്ന വ്യക്തി നമ്മളങ്ങോട്ട് വെറുക്കും, സുഖം തന്ന വ്യക്തി നമ്മളങ്ങോട്ട് സ്നേഹിക്കും. എന്നിട്ടോ ഈ വ്യക്തി എല്ലാ കാലവും എൻ്റെ കൂടെ ഉണ്ടാവും അങ്ങോട്ട് വിശ്വസിക്കും. ഏതെങ്കിലും ഇവിടെ ഒന്ന് എപ്പോഴും നിലനിൽക്കുന്നതായിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് കരുതുന്ന ഈ ശരീരം എത്ര കാലം നിങ്ങൾക്കൊപ്പം ഉണ്ടാവും? അതും ഒരു നാൾ ഇവിടെ നിന്ന് ഉപേക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. യെസ് ഓർ നോ? ഉണ്ട്. ഭഗവാൻ പറയണു ഈ മാറുന്നതിലേക്ക് ശ്രദ്ധ കൊടുക്കല്ലേ അർജുന. നീ ഇപ്പോഴും ഈ മാറുന്ന കാര്യങ്ങളിലേക്കാണ് നിന്റെ ശ്രദ്ധ. ഇതെല്ലാം നൈമിഷികമോ? സുഖം ദുഃഖം വിജയം പരാജയമൊക്കെ വന്ന് പോയിക്കൊണ്ടിരിക്കും ജീവിതത്തില്. പക്ഷെ നീ എന്ന സത്യം അതെക്കാലവും നിലനിൽക്കുന്നതാണ്. ആ ബോധത്തിലേക്ക് കൊണ്ടുപോകാം നിന്റെ ബോധത്തെ. ഇതെല്ലാം വിട്. സുഖ ദുഃഖ വിജയ പരാജയ ശീത ഉഷ്ണ, ആ ബോധമൊക്കെ ലൈഫിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നാണയത്തിന്റെ വശം രണ്ടുണ്ട് എന്ന് പറയുന്നത് പോലെ, ഹെഡും ടൈലുണ്ട് എന്ന് പറയുന്നത് പോലെ ജീവിതത്തിന്റെ സ്വഭാവമാണെന്ത്? സുഖ ദുഃഖ വിജയ പരാജയ, അതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നീ എന്ന സത്യം ഇതിൽ നിന്ന് മുക്തമാണ്. കാരണം നീ ജനനവും മരണവും ഇല്ലാത്തതാണ് നിനക്ക്. ആ നിലനിൽപ്പെന്ന് പറയണ എവർ എക്സിസ്റ്റിംഗ്, അതാണ് സത് ചിത് ആനന്ദം എന്ന് പറയുന്നത്. സത്ത് എന്ന് വെച്ചാൽ സത്യമായിട്ടുള്ളത്, ചിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് കോൺഷ്യസ്നെസ്, ആ അവബോധം. എന്താ അവബോധം? സർപ്പം, എപ്പോഴും സർപ്പനേരവും നിലനിൽക്കുന്ന ആ അവബോധം, കോൺഷ്യസ്നെസ്, ദെൻ ആനന്ദ. ആൻഡ് ഇറ്റ് ഈസ്, ഭഗവാൻ പറയണു അത് പരമാനന്ദമാണ്. സുഖത്തിന് ഓപ്പോസിറ്റ് ഉണ്ടെന്ന് ദുഃഖം. ആനന്ദത്തിന് ഓപ്പോസിറ്റ് ഉണ്ടോ? ആനന്ദം ഉണ്ടോ? ഇല്ല. ആനന്ദം പരമാനന്ദമായാലേ ഉള്ളൂ. ആനന്ദത്തിന് ഓപ്പോസിറ്റ് ഒന്നുമില്ല. ആ ഒരു അവസ്ഥ, അതിനാണ് മോക്ഷം എന്ന് പറയണത്, മുക്തി എന്ന് പറയണത്. അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്, ആ അവബോധത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അർജുന ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആരും തിരിച്ചറിയേണ്ടത് എന്താണ്? ഞാൻ എന്ന സത്യം എപ്പോഴും നിലനിൽക്കുന്നതാണ്. ശരീരം മാത്രമേ വിജയത്തിലും പരാജയത്തിലും ദുഃഖത്തിലും സുഖത്തിലും ശീത ഉഷ്ണങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. അർജുന, നീ ആ അവബോധത്തിൽ നിന്നും പുറത്തു വാ. അപ്പൊ ഇത് കേട്ടപ്പോ അർജുന എന്തൊക്കെയോ കത്തി. ശരിയാണല്ലോ ഭഗവാൻ പറയണത്. ഉറക്കത്തിൽ ഞാൻ ഇതൊന്നും അറിയുന്നില്ലല്ലോ, ഉണർന്നെണീക്കുമ്പോൾ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ ഭഗവാൻ പറയുന്നതിൽ എന്തോ ഒരു കാര്യമുണ്ട് അല്ലെ? കാര്യമില്ലേ? എന്തോ കാര്യമുണ്ട്. എവിടെയൊക്കെയോ ഈ ബൾബ് കത്തിയെന്ന് പറയുന്ന പോലെ അർജുനന്റെ കണ്ണുകൾ ഇങ്ങനെ സാവധാനം വിളിച്ചു വന്നു. എന്നിട്ട് ഭഗവാൻ അർജുനോട് പറയാണ് അടുത്ത രഹസ്യം, മരണത്തെക്കുറിച്ചുള്ള അടുത്ത രഹസ്യം. അപ്പം നമുക്കത് ശ്രദ്ധാപൂർവം ഭക്തിയോടൊപ്പം നമുക്കത് കേൾക്കാം. 16-ാമത്തെ ശ്ലോകം.
നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദാ ഉഭയോരപി ദൃഷ്ടോന്തഃ ത്വനയോസ്തത്വദർശിഭിः. ഇല്ലാത്തതിന് ഉണ്ട് എന്ന അവസ്ഥയില്ല, ഉള്ളതിന് ഇല്ല എന്ന അവസ്ഥയുമില്ല. ഉള്ളതും ഇല്ലാത്തതും എന്നീ രണ്ടവസ്ഥകളുടെയും രഹസ്യം തത്വദർശികൾ അറിഞ്ഞിരിക്കുന്നു. ദീർഘമായ ശ്വാസം അകത്തേക്ക് എടുക്കാം. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം. സാവധാനം കണ്ണുകൾ തുറക്കാം. ഈ സാഖ്യയോഗത്തിലെ ഈ 16ാമത്തെ ശ്ലോകം ഉണ്ടല്ലോ, ഇതാണ് ദ എസൻസ് ഓഫ് അദ്വൈത. അദ്വൈതം എന്ന് വെച്ചാൽ എന്താ? ഒന്നേ ഉള്ളൂ. ഞാനും നിങ്ങളും ഈ ലോകവും എല്ലാം ഒന്ന് തന്നെ ഉള്ളൂ. ദ്വൈതമില്ല, രണ്ട് എന്നൊന്നില്ല ഇവിടെ. ഞാനും നിങ്ങളും സർവ്വചരാചരങ്ങളും എല്ലാം സാക്ഷാൽ പരബ്രഹ്മം, ഈശ്വര തത്വം തന്നെയാവുന്നു. ആ എസൻസ് ആണ് 16ാമത്തെ ശ്ലോകം. ഭഗവാൻ പറയുന്നു, അർജുന, ഇല്ലാത്തതിന് ഇവിടെ, അത് ഇല്ലാത്ത ഒന്നിനിവിടെ നിലനിൽപ്പില്ല, ഉള്ളതിന് നിലനിൽപ്പ് ഇല്ലാതാകുന്നതുമില്ല. എന്താ? ഇല്ലാത്തതിന് ഇവിടെ നിലനിൽപ്പില്ല, എന്നാൽ ഉള്ളതിനോ നിലനിൽപ്പ് ഇല്ലാതാകുന്നതുമില്ല. ഇതൊരു കൺഫ്യൂസിങ് ആണോ? ഈ ഭഗവത്ഗീതയിലെ ഒരുപാട് കൺഫ്യൂസിങ് ശ്ലോകങ്ങളൊക്കെ വരാറുണ്ട്. എൻ്റെ കഥ അറിയാം, എൻ്റെ പുറകെയുള്ള കഥ അറിയാം നിങ്ങൾക്ക്. എൻ്റെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നൊരു കഥയാണ്. ഈ ഇതാരാ എഴുതിയത്? ഭഗവത്ഗീത മഹാഭാരതത്തിൽ അടർത്തി എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ആരാ എഴുതിയത് മഹാഭാരതം ഭഗവത്ഗീതയൊക്കെ? വ്യാസൻ. പക്ഷെ വ്യാസനല്ല എഴുതിയത്. എഴുതിയതാരാ? ആരെഴുതിയത്? ഗണപതിയാണ് എഴുതിയത്. ഗണപതിയുടെ പ്രത്യേകത എന്നറിയോ? കോൺഷ്യസ്നെസ്സിന്റെ, അവബോധത്തിന്റെ മൂർത്തിഭാവനാണ്, വലിയ തല, സദാസമയം കർമ്മ ബോധസ്വരൂപനാണ് ഗണപതി എന്നുള്ളത്. ആ ഗണപതിക്ക് മാത്രമേ ഇത്ര ഗംഭീരമായിട്ടുള്ള നോളജ് എഴുതാനുള്ള റൈറ്റുള്ള യോഗ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഗണപതിയെ കൊണ്ട് തന്നെ വ്യാസഭഗവാൻ എഴുതിച്ചത്. അപ്പോൾ ഗണപതിയെ വിളിച്ചു, അതാണ് കഥ. വ്യാസഭഗവാൻ ഗണപതിയെ വിളിച്ചു. എന്നിട്ട് ഗണപതിയോട് പറഞ്ഞു, ഇത് ഇങ്ങനെ ഞാനൊരു സംഭവം എഴുതുന്നുണ്ട് കേട്ടോ, ഏറ്റവും വലിയ അറിവാണ് ഞാൻ എഴുതുന്നത്. അപ്പൊ അങ്ങല്ലാണ്ട് വേറൊരാള് ഇത് എഴുതാൻ യോഗ്യമല്ല. അപ്പൊ നമ്മുടെ അടുത്ത് ചോദിക്കില്ലേ, അത് സാറൊന്ന് വന്നാൽ, അല്ലെങ്കിൽ സാറിനേക്കാളും നല്ലൊരു യോഗ്യരായിട്ടുള്ള ആളില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര സംഭവം കയറുന്നത്. ഞാൻ നോക്കട്ടെ, എനിക്ക് ഡേറ്റ് ഉണ്ടോ എന്ന് നോക്കട്ടെ. ചുമ്മാ ഇരിക്കും വീട്ടില്, എന്നാലും പറയും ഡേറ്റ് ഉണ്ടോ നോക്കട്ടെ എന്ന് പറയും. ഒരു സംഭവം കയറും. എന്നിട്ട് വല്ല ഗണപതി പറഞ്ഞു, ഞാൻ ഡേറ്റ് ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വ്യാസഭഗവാൻ പറഞ്ഞു, അങ്ങ് വന്നാലേ തുടങ്ങാൻ പറ്റുള്ളൂ. ഗണപതിക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് ഇത് കയറി. എന്നിട്ട് ഗണപതി പറഞ്ഞു, എന്നാ ശരി, എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്, വരുമൊക്കെ ചെയ്യാം, എനിക്ക് 4 നേരം ഭക്ഷണം വേണം, ഇടയ്ക്കിടയ്ക്ക് ചായ വേണം, കട്ടൻ ചായ വേണം, പരിപ്പാട് വേണം. അതിൻ്റെ കൂടെ അങ്ങ് പറയുന്നത് നിർത്താൻ പാടില്ല. അങ്ങ് പറഞ്ഞു തരുമല്ലോ, പറയുന്നത് നിർത്തിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ അടുത്ത പരിപാടിക്ക് പോകും. അതുകൊണ്ട് നിർത്താൻ പാടില്ല, പറഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നോളം ഞാൻ ഇങ്ങനെ എഴുതിയെടുത്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞു. അപ്പൊ വ്യാസഭഗവാന് ഇതിന്റെ ഇടയിലുള്ള ഒരു സംഭവം മനസ്സിലായി. കാരണം ഇത് ശരിയാവില്ല, കാരണം ഇടയ്ക്ക് വെള്ളം കുടിക്കാനെങ്കിലും ഒന്ന് ശ്വാസം എടുക്കാനുള്ള അവസരം വേണ്ടേ. അപ്പോൾ അതിന്റെ പുറകിലുള്ള ഒരു അവസ്ഥ മനസ്സിലായപ്പോ വ്യാസഭഗവാൻ തിരിച്ച് ഒരു കണ്ടീഷൻ വെച്ചു. കണ്ടീഷനാണ്, ശരി ഗണപതി, ഞാൻ നിർത്തില്ല, പക്ഷേ അങ്ങേക്ക് മനസ്സിലാകുന്നത് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഞാൻ പറയുന്ന കാര്യം മനസ്സിലായെങ്കിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഈ ഒറ്റ കണ്ടീഷനുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഗണപതി പറഞ്ഞു, ശരി, ഓക്കെ, അത് കുഴപ്പമൊന്നും ആ കാര്യമില്ല, കാരണം എനിക്ക് ഇത്രയും വലിയ അവബോധം ഉണ്ടല്ലോ എന്നും പറഞ്ഞ് എഴുതി തുടങ്ങിയതാണ്. അപ്പൊ വ്യാസഭഗവാൻ ഇടയ്ക്ക് വെള്ളം കുടിക്കാനുള്ള ഗ്യാപ്പ്, അല്ലെങ്കിൽ ടോയ്ലറ്റ് ക്യാമ്പറ്റ് വരുന്ന സമയത്ത് എന്തിനറിയോ, ഇടയ്ക്ക് ഈ പറയുന്ന പോലെയുള്ള ശ്ലോകങ്ങളോട് എഴുതി ചേർത്ത്. ഒരുപാട് ശ്ലോകങ്ങളുണ്ട്, അതിലൊരു ശ്ലോകം ഇത്. അപ്പോൾ ഗണപതികൾ എഴുതിക്കൊണ്ടിരിക്കുക. വ്യാസം പറഞ്ഞു, ശരി, ഇനി 16ാമത്തെ ശ്ലോകം, ഇല്ലാത്തതിന് നിലനിൽപ്പില്ല, ഉള്ളതിന് നിലനിൽപ്പില്ലാതാവുന്നതുമില്ല. എന്താ പറഞ്ഞു? ഒന്നും പറഞ്ഞേ. എന്നാ ശരി. അപ്പൊ ഗണപതി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്, ഇല്ലാത്തതിന് നിലനിൽപ്പില്ല, ഉള്ളതിന് നിലനിൽപ്പില്ലാതാവുന്നതുമില്ല. അതെന്താ അത്? ആ സമയത്ത് സമയമൊക്കെ എടുത്ത് വന്ന് പിന്നെ വ്യാസഭഗവാൻ ഗണപതിക്ക് ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, അതാണല്ലേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും എഴുതി തുടങ്ങി. ഇത് ഫ്രഷ് ആയി, ഇത് വീണ്ടും എഴുതി പോവാണ്. ഇതാണ് എന്റെ പുറകെ ഒരു കഥയാണ്. അപ്പോ ഭഗവാൻ പറയണു, ഇല്ലാത്തതെന്താ? ഇല്ലാത്തതെന്താ? മാറുന്നതെന്തോ അതാണ് ഇല്ലാത്തത്. മാറുന്നത്
നിങ്ങൾ വീട്ടിലൊരു പൂവ് ചെടി വെച്ചു, അതിൽ പൂവിട്ടു, ഒരു മാസം കഴിഞ്ഞ് വന്ന ചെടിയുടെ അടുത്തേക്ക് വന്നപ്പോൾ പൂ അവിടെ കാണുന്നു? ആ പൂവില്ല. പൂ എന്ത് സംഭവിച്ചു? പൂ ഉണ്ടായിരുന്നു, അത് അടുത്ത തലത്തിലേക്ക് പോയി, മണ്ണോട് ചേർന്ന് അത് വളമായിട്ട് മാറി അതിന്റെ അടുത്ത ഭാവത്തിലേക്ക് കടന്നു ആ പൂവ്. രസമുണ്ടോ? ആ ഭഗവാൻ പറയണു, ആ മാറുന്നതാണ് ഇല്ലാത്തത്. മാറുന്നത്, ആ മാറുന്നതിന് യഥാർത്ഥത്തിലൂടെ നിലനിൽപ്പ് ഉണ്ടായിട്ടില്ല അർജുന. ശരീരം മാറുന്നുണ്ടോ? ഉണ്ട്. നമ്മുടെ സ്വഭാവം മാറുന്നുണ്ടോ? ഉണ്ട്. ഇവിടെ എന്താ മാറാത്തായിട്ടുള്ളത്? മാറാത്തതായിട്ട് ഈ ക്ഷേത്രം തന്നെ എടുത്തോളൂ. ഈ ക്ഷേത്രം എത്രയോ 40 കൊല്ലങ്ങൾക്ക് മുന്നേ ഈ ശ്രീകോവിലും കൂടെ ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് അതാണ്. അല്ലേ? ശരിയാണോ? അല്ലേ? ശ്രീകോവിൽ ഉണ്ടായിരുന്നില്ല, ക്ഷേത്രം മാറി. ഇനി നാളെ ഇതിലും വലിയ ഒരു മഹാമണ്ഡപങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിന് വരാം. യെസ്, ഏതൊരു സ്ട്രക്ചറിലും മാറ്റങ്ങളുണ്ട്. ഇവിടെ മാറ്റം ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. എല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമ്മുടെ കുഞ്ഞു മോൻ ഇങ്ങനെ ഒക്കത്തിരുന്നോണ്ടിരിക്കോ? എപ്പോഴും നമ്മളിങ്ങനെ പാല് കൊടുത്തോണ്ടിരിക്കോ? ഇല്ല. ഒരു 5 കൊല്ലം കഴിയുമ്പോൾ പിന്നെ അവൻ നമുക്ക് പാല് തരാനുള്ള അവസ്ഥ, ആ ഒരു രീതിയിലേക്ക് മാറും. യെസ്, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ പറയണു, അതാണ് ഇല്ലാത്തത്. ഉള്ളത് എല്ലാവരും ഉള്ളിലേക്ക് നോക്കിക്കേ. ഉള്ളിലേക്ക് ഒരു ബോധം നിങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ, ഒരു ബോധം. ആ ബോധത്തിന് തടി മീശ ഉണ്ടാവും. അതിന് എന്തെങ്കിലും ശരീരത്തിന് എന്തെങ്കിലും ഭാവങ്ങളൊക്കെ ഉണ്ടാവും ആ ഉള്ളിലിരിക്കുന്ന ആൾക്ക്. ചെറുപ്പത്തിൽ ഉള്ളിലേക്ക് ചിന്തിച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും എൻ്റെ ഉള്ളിലുള്ളത്. അല്ലേ? ആണല്ലേ? അതിലൊരു മാറ്റം വന്നിട്ടില്ല. യെസ്, ആണോ? ഇതാണ് സത്യം. എന്തോ ഒന്ന് എന്നിൽ മാറ്റമില്ലാത്തതായി തന്നെ തുടരുന്നുണ്ട്. ഭഗവാൻ പറയുന്നു, അതാണ് യഥാർത്ഥത്തിലെ നീ. ഇതാണ് അദ്വൈതത്തിന്റെ ഏറ്റവും സീക്രട്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം, ആ ശക്തി എന്ന് പറയണത് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നതാണ്. ആ ശക്തി ഓരോരോ ഭാവങ്ങളിൽ പ്രകടമാകുന്നു മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോ ഈ ഒരു വെളിച്ചം, ഈ വെളിച്ചം ഇതിന്റെ ഇടയിൽ ഈ വെളിച്ചത്തിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക ആണല്ലോ. ഈ വെളിച്ചം എന്റെ ശരീരത്തിൽ പതിയുന്നത് കൊണ്ടാണ് അങ്ങൊരു വെളിച്ചം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. മനസ്സിലായോ? ആ വെളിച്ചം അതിനിവിടെ ഒന്നുമില്ലാന്ന് കരുതുക. ഒന്നുമില്ലാന്ന് കരുതുവാണെങ്കിൽ ആ വെളിച്ചം നമുക്ക് അറിയാൻ പറ്റുമോ? മനസ്സിലായി ഞാൻ പറഞ്ഞത്? അല്ലെങ്കിൽ വേണ്ട, അങ്ങനെ പറയണ്ട. പ്രൊജക്ടർ ഉണ്ടോ? പ്രൊജക്ടർ നമ്മൾ വെച്ചിട്ട് നമുക്ക് ആ പ്രൊജക്ടറിൽ നിന്ന് എന്താ പറയുക, സിനിമ കൂട്ടാം നമുക്ക്. അതായിരിക്കും നല്ലത്. സിനിമ കൊട്ടകിൽ പോയിട്ടുള്ളവരല്ലേ ഇവിടെ എല്ലാവരും? ഈ സിനിമ പ്രൊജക്ടറിൽ നിന്ന് ആ സ്ക്രീനിലേക്ക് ആ വെളിച്ചം അടിക്കുമ്പോഴാണ് നമുക്ക് സിനിമ കാണാൻ പറ്റുന്നത്. നമ്മുടെ മുകളിലൂടെയാണ് ആ ചിത്രത്തിന്റെ വെളിച്ചം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ, ആണോ? പക്ഷെ സിനിമാ കൊട്ടകയ്ക്കകത്ത് മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ മോഹൻലാലും മമ്മൂട്ടി നിൽക്കുന്നുണ്ടോ? സ്ക്രീനിൽ മാത്രമേ മമ്മൂട്ടി മോഹൻലാലുള്ളൂ. ആകാശത്തുണ്ടോ മമ്മൂട്ടി മോഹൻലാലും? ഇല്ല. അവിടെ ആ ചിത്രം, ആ ഒരു കർട്ടൻ വന്നതുകൊണ്ടാണ്, ആ വെളിച്ചം അവിടെ പതിയുന്നത് കൊണ്ടാണ് ആ വെളിച്ചം ഉണ്ട് എന്നെനിക്ക് മനസ്സിലായത്. ശരിയാ, മനസ്സിലായോ പറഞ്ഞത്? ആണോ? അപ്പൊ ഒരു മാധ്യമം ഉള്ളത് കൊണ്ടാണ് ആ വെളിച്ചം ഉണ്ട് എനിക്ക് മനസ്സിലായത്. യെസ്, എന്നതുപോലെയുള്ളൂ ഈ കാണുന്ന ഓരോ ശരീരങ്ങളും ആ ചിത്രമെന്ന് മനസ്സിലാക്കി, ആ കർട്ടനാന്ന് മനസ്സിലാക്കിയാൽ മതി. ആ വെളിച്ചം ഈ ശരീരത്തിലേക്ക് അടിക്കുന്നത് കൊണ്ട് ഈ ശരീരങ്ങളെ കാണാൻ പറ്റുന്നു. യെസ് ഓർ നോ? മനസ്സിലായാൻ പറഞ്ഞേ? ഇതേ സത്യം തന്നെയാണ്, ഇത് തന്നെയാണ്. ഇനി ആ സിനിമയിൽ നടക്കുന്ന കാര്യങ്ങള്, അത് എന്ത് വികാരമുള്ള സിനിമ, തമാശ സിനിമയാവട്ടെ, ദുഃഖം നൽകുന്ന സിനിമയാവട്ടെ, അപ്പോ അയ്യോ 4 മോഹൻലാൽ മരിച്ചു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിച്ചിരിക്കുവോ? ഇല്ല. ആ കഥാപാത്രം സിനിമയാണെന്ന് അറിയാം. രസമുണ്ടോ? എന്നതുപോലെ മാത്രമേ ഉള്ളൂ ജീവിതം. അത് തന്നെയാണ്, ഒരു സിനിമ പോലെ. ഓരോ അനുഭവങ്ങളും ജീവിതത്തിൽ ഇങ്ങനെ കടന്നു പോകും. അത് എന്താണോ ജീവിതത്തിൽ വരാനുള്ളത് അത് അനിവാര്യമായ സമയത്ത് നടക്കും. അതാണ് കർമ്മഫലം എന്ന് പറയുന്നത്. ഇതൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്. ആ കർമ്മഫലത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അതിലേക്ക് വരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. അപ്പോൾ ഈ അനുഭവങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു സിനിമ പോലെ കാണാൻ പറ്റുമോ? ഒരു അനുഭവത്തെ അങ്ങനെ കാണാനുള്ള യോഗ്യതയുള്ളൂ. എത്രയൊക്കെ സമയത്തെ നിർത്തിവെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റുമോ സമയത്തെ? വേണ്ട, കുറച്ച് സമയം കഴിയട്ടെ. അത്ര നേരം സമയം നിശ്ചലമായി ഇരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം നിശ്ചലമായിട്ടിരിക്കുമോ? ഇല്ല. സമയം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. ആണല്ലോ? അങ്ങനെ തന്നെയാണ് ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും. അതിങ്ങനെ കടന്ന് വന്ന് പോയിക്കൊണ്ടിരിക്കും. ഒരു ചെറിയ കാലഘട്ടം, ആ സമയത്ത് മാത്രമേ ഉള്ളൂ ഏതൊരു അനുഭവമായാലും. അതിനുശേഷം അനുഭവം കഴിഞ്ഞു, അതിന്റെ വികാര തീവ്രതയും കഴിഞ്ഞു. എന്നാലും ഞാൻ എന്ന സത്യം ഇവിടെ തന്നെയുണ്ട്. ശരിയാണോ? യെസ്. അപ്പോ ഈ കാണുന്ന ഓരോ ശരീരവും
ആ സിനിമ പ്രൊജക്ടറിൽ നിന്ന് അടിക്കുന്ന വെളിച്ചം ആ സ്ക്രീനിൽ കാണുന്നത് പോലെ മാത്രമേ ഉള്ളൂ. ആ സ്ക്രീൻ ഇല്ലെങ്കിലും ആ വെളിച്ചം അവിടെ തന്നെയുണ്ട്. ആ ഇടയിൽ ആ സ്ക്രീൻ വന്നതുകൊണ്ടാണ്, ആ വെളിച്ചം അതിൽ പതിഞ്ഞത് കൊണ്ടാണ് ആ വെളിച്ചത്തിന്റെ സ്വഭാവത്തെ നമുക്ക് അറിയാൻ പറ്റിയത് ആണല്ലോ. എന്നതുപോലെ ഈ വെളിച്ചം ഇവിടെ എപ്പോഴും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഭഗവത് തത്വം അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്നത്. ആ വെളിച്ചം അവിടെ തന്നെ ഉണ്ട്. ഭഗവാൻ പറയുന്നു അത് മാത്രമാണ് സത്യം. അപ്പൊ ആത്മാവ് എന്ന തലത്തിലേക്ക് അർജുനന്റെ അവബോധത്തെ ഭഗവാൻ ഉയർത്തി. എന്നിട്ട് ഈ ആത്മാവിന്റെ സ്വഭാവത്തെ കുറിച്ച് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. 17ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. അവിനാശിതു തദ്ബുദ്ധി യേന സർവമിദം തതം വിനാശമവ്യയസ്യ ന കശ്ചിത് കർത്തുമർഹതി. യാതൊന്നാണോ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് അത് നാശമില്ലാത്തതാണെന്നറിയുക. നാശമില്ലാത്ത അതിനെ നശിപ്പിക്കുവാൻ ആർക്കും തന്നെ സാധ്യമല്ല. അന്തവന്ത ഇമേ ദേഹ നിത്യസ്യോക്താ ശരീരിണാഃ അനാശിനോ അപ്രമേയസ്യ തസ്മാദുദ്ധസ്വ ഭാരത. നിത്യനും നാശരഹിതനും അപ്രമേയരുമായ ഈ ആത്മാവുമായി ബന്ധപ്പെട്ട ശരീരങ്ങളാണ് നശിക്കുന്നവ. അതുകൊണ്ട് ഹേ ഭാരത, നീ യുദ്ധം ചെയ്താൽ. 19 യേനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. ആരാണോ ഈ ആത്മാവിനെ കൊല്ലുന്നവനായി കാണുന്നത്, ആരാണോ ഈ ആത്മാവിനെ കൊല്ലപ്പെട്ടവനായി കാണുന്നത്, രണ്ട് കൂട്ടരും തത്വത്തെ അറിഞ്ഞവരല്ല. ആത്മാവ് ആരെയും കൊല്ലുന്നില്ല, ആരാലും കൊല്ലപ്പെടുന്നുമില്ല. ദീർഘമായ ഒരു ശ്വാസം കണ്ണുകടച്ച് അകത്തേക്ക് എടുക്കാം. പൂർണ്ണമായും ശ്വാസം പുറത്തേക്ക് വിടാം. സാവധാനം കണ്ണുകൾ തുറക്കാം. ആത്മാവിന്റെ സ്വഭാവം എന്താ ഭഗവാൻ പറയുന്നത്? മരണം ഇല്ല, അതിനെ നശിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അർജുന, പിന്നെ നീ എന്തിനോട്ട് ദുഃഖിക്കുന്നത്? ഇവിടെ ആരാ പിന്നെ കൊല്ലുന്നത്? ആരെയാ കൊല്ലിക്കുന്നത്? ആർക്കും ആത്മാവിനെ ഭേദിക്കാൻ പറ്റില്ല, അത് നശിപ്പിക്കാൻ പറ്റില്ല. ആത്മാവിന് മരണവും ഇല്ല. അതുകൊണ്ട് നിന്റെ ദുഃഖം ഇവിടെ അപ്രസക്തമാണ് അർജുന. ഈ ഒരു കാര്യമുണ്ടല്ലോ, അതൊരിക്കലും നമ്മൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, 5000 കൊല്ലങ്ങൾക്ക് മുമ്പേ നടന്ന കുരുക്ഷേത്ര യുദ്ധത്തിൽ നടന്ന അർജുൻ ആയിട്ടോ ഈ പറയുന്ന കൗരവരായിട്ടോ പാണ്ഡവരായിട്ടോ അല്ല ഭഗവത്ഗീതയെ നമ്മൾ ഗ്രഹിക്കേണ്ടത്. അത് മഹാഭാരതത്തെ നിങ്ങൾ അങ്ങനെ ഗ്രഹിച്ചോളൂ. ഭഗവത്ഗീത അത് അദ്വൈതമാണ്. അദ്വൈത, ദ സീക്രട്ട് ഓഫ് അവർ ഇന്ത്യൻ സ്പിരിച്വാലിറ്റി. ദ്വൈതം, അദ്വൈതം, അതില് ഏറ്റവും ശങ്കരാചാര്യർ മുതലുള്ള ഗുരുക്കന്മാരെ നമുക്ക് പകർന്നു നൽകിയിട്ടുള്ള ആ അദ്വൈതമാണ് ഭഗവത്ഗീത എന്നുള്ളത്. ആ ഒരു പശ്ചാത്തലം മാത്രമാണ് ആ യുദ്ധം എന്നുള്ളത്. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനോട് ആ കഥാ പശ്ചാത്തലത്തെ വെച്ചുകൊണ്ട് പറയണത്, ആത്മാവിടെ ആരെയും കൊല്ലുന്നുമില്ല, ആരെയും കൊല്ലിക്കാനും സാധിക്കില്ല. അത് നമ്മുടെ ജീവിതമായിട്ട് എന്താ ബന്ധം? എന്താ? നിങ്ങൾ വിചാരിക്കും ഏതെങ്കിലും അനുഭവം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് ആരോ ഒരാളാൽ സംഭവിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ അയാളുടെ പുറകെ പോകും, അയാൾ കാരണം ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, എന്നിട്ട് അയാളുടെ കുറിച്ചുള്ള കുറ്റങ്ങളും പരിവങ്ങളൊക്കെ ഒന്നില്ലെങ്കിൽ നാട്ടുകാരെ വിളിച്ചു പറയും, അല്ലെങ്കിൽ അയാൾക്ക് ഓർത്തുകൊണ്ട് സ്വയം ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ പറയണു അങ്ങനെ സംഭവിക്കുന്നില്ല. കാരണം ആത്മാവിനെ തൊടാൻ പറ്റുന്നില്ലല്ലോ, തൊടാൻ പറ്റില്ല. വസ്ത്രത്തിൽ വെളുത്ത വസ്ത്രം, ഇതിനെ കുറച്ച് കറ വീണ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ബോധം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ കഴുകിയിടും, അല്ലേ? എസ്സോ കഴുകിയിടും. ആരെങ്കിലും ഇത് കറവീടേ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതകാലം മൊത്തം ഇങ്ങനെ കറഞ്ഞോണ്ടിരിക്കുമോ? എത്രയുള്ളൂ. ഇതാണ് ഭഗവാൻ പറയണത്. നമ്മൾ ഈ കറഞ്ഞോണ്ടിരിക്കുക, എന്താ പറയുന്ന ഓരോരുത്തരും കറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. അയാളെ അവരുടെ ജീവിതം എങ്ങനെയായി, ഈ സംഭവം കാരണം ലൈഫ് എങ്ങനെയായി? വെറും മേത്ത് വീണ കറ മാത്രം. സത്യത്തിൽ ഈ വെളുത്ത വസ്ത്രമാണോ ഞാൻ? അല്ല.
ഈ വസ്ത്രമല്ല ഞാൻ. ഈ വസ്ത്രം ഞാൻ ധരിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാനെന്ന സത്യം ഈ വസ്ത്രമാണോ? അല്ല. ശരീരം കൂട്ടിക്കോളൂ. ഇന്നത്തെ ശരീരം ഉണ്ടല്ലോ, ആ ശരീരത്തിന് മേളിൽ ധരിച്ചിരിക്കുന്ന ഒരു തുണി മാത്രമാണ് ഈ കാണുന്ന വെള്ള വസ്ത്രം. അതിൽ മാത്രമേ ഈ പറയുന്ന കറകളൊക്കെ വന്ന് വീഴുന്നുള്ളൂ, ഓരോ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളൂ. ഈ വസ്ത്രം ഊരി മാറ്റണം. കറ വീണിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഊരി മാറ്റാൻ പറ്റും? അതിന് സീക്രട്ട് ഉണ്ട്, ഒരു സീക്രട്ട്. അതും നാളെ അല്ലെങ്കിൽ മറ്റന്നാള് ഭഗവാൻ ആ സീക്രട്ട് പറഞ്ഞു തരുന്നുണ്ട്, എങ്ങനെയാണ് ആ കറയെ മാറ്റുന്നത് എന്നുള്ളത്. അപ്പോ അത് യജ്ഞത്തിൽ വരുന്ന ദിവസം നമുക്ക് കേൾക്കാം. ഇപ്പൊ അറിഞ്ഞിരിക്കുക, ഈ ഓരോ അനുഭവങ്ങളാകുന്ന കറ വസ്ത്രത്തിൽ വന്നു വീഴുന്ന കറകൾ പോലെ മാത്രമേ ഉള്ളൂ. എന്നെ അത് ബാധിക്കുന്നില്ല. ആത്മാവിനെ നശിപ്പിക്കാൻ പറ്റില്ല. യെസ്. അടുത്ത ശ്ലോകത്തിലേക്ക് 20ാമത്തെ ശ്ലോകം. न जायते म्रियते वा कदाचित् न्यायं भूत्वा भविता वा न भूयाः अजो नित्यः शाश्वतोऽयं पुराणो न हन्यते हन्यमाने शरीरे. ആത്മാവ് ജനിക്കുന്നില്ല, മരിക്കുന്നുമില്ല, ഉണ്ടായ ശേഷമുള്ളവനായി ഭവിച്ചവനുമല്ല. ആത്മാവ് ജനനമില്ലാത്തവനും നിത്യനും ശാശ്വതനും പുരാണനുമാകുന്നു. ശരീരം കൊല്ലപ്പെട്ടാലും ആത്മാവ് കൊല്ലപ്പെടുന്നില്ല. 21. വേദാവിനാശിനം നിത്യം യേനമജമവ്യയം കഥം സ പുരുഷഃ പാർത്ഥ കം ഖാദയതി ഹന്തികം. ഹേ അർജുന, ഈ ആത്മാവിനെ നാശമില്ലാത്തവനെന്നും നിത്യനെന്നും ജനിക്കാത്തവനെന്നും ക്ഷയമില്ലാത്തവനെന്നും അറിയുന്ന പുരുഷൻ ആരെ വധിപ്പിക്കാനാണ്? അതുപോലെ ആരെ വധിക്കാനാണ്? 22. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. മനുഷ്യർ ജീർണിച്ച വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രങ്ങൾ സ്വീകരിക്കുന്നത് പോലെ ആത്മാവ് ജീർണിച്ച ശരീരങ്ങളെ ഉപേക്ഷിച്ച് പുതിയ ശരീരങ്ങൾ കൈക്കൊള്ളുന്നു. കണ്ണടച്ച് ദീർഘമായൊരു ശ്വാസം അകത്തേക്കെടുക്കാം. പൂർണ്ണമായും ശ്വാസം പുറത്തേക്ക് വിടാം. സാവധാനം കണ്ണുകൾ തുറക്കാം. നിങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിക്കേ. തൊട്ടടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് ഒരു നിമിഷം ആ വ്യക്തിയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കേ. കണ്ണുകളിലേക്ക് നോക്കിക്കേ. ആ ഇരിക്കുന്ന കണ്ണുകളിൽ നിങ്ങൾ ആ വ്യക്തിയെയാണോ കാണുന്നത്, അതോ കണ്ണുകൾ മാത്രമാണോ കാണുന്നത്? കണ്ണുകളാണ് കാണുന്നത്. ഈ കണ്ണുകളിലൂടെ ആരാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്? നോക്ക്, കണ്ണുകളിലേക്ക് നോക്ക്. ആരാണ് കണ്ണുകളിലൂടെ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്? ആരത് കണ്ടുകൊണ്ടിരിക്കുന്നത്? കണ്ണടച്ച് വയ്ക്കുക. ദീർഘമായ ശ്വാസത്തേക്ക് എടുക്കൂ. പുറത്തേക്ക് വിടാം. കണ്ണുകൾ തുറക്കാം. ഇങ്ങനെ നിങ്ങൾ ലോകത്തെ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? ആരാണ് എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ, മകൾ? ആ ഒരു വ്യക്തി എന്ന ശരീരത്തിനകത്തിരുന്ന് ആരാണ് എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലെ ഏതവസ്ഥയാണ് ഈ ലോകത്തെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്? വാട്ട് ഈസ് ദാറ്റ്? അതെന്താണ്? അതാണ് ആത്മാവിന്റെ സ്വഭാവം. There is something, എന്തോ ഒന്ന് നമ്മുടെ ഉള്ളിൽ ഈ ലോകത്തെ മുഴുവനും അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തോ ഒന്നെല്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സദാ സാക്ഷീഭാവത്തിലാണ്.
അത് അറിയുന്നത് മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അറിയുന്നു എന്ന് മാത്രം. ആ അറിയുന്ന ബോധത്തെ നിങ്ങളുടെ ഉള്ളിലും തൊട്ടടുത്തിരിക്കുന്ന ആളുടെ ഉള്ളിലും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആ ബോധ സ്വരൂപത്തെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അറിയുന്നുണ്ട്, അടുത്തിരിക്കുന്ന സർവ്വത്തിലും നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അതാണ് ആത്മസാക്ഷാത്കാരം. നിങ്ങൾ സാക്ഷാത്കാരം നേടി, ആത്മാവിനെ അറിഞ്ഞു. വേറൊന്നല്ല, അവിടെ പോയി തപസ് ചെയ്യണ്ട, ഇവിടെ ഹിമാലയത്തിന്റെ കൊടുമുടി പോയി തപസ് ചെയ്യണ്ട ഇതറിയാൻ വേണ്ടിയിട്ട്. അടുത്തിരിക്കുന്ന ആളുടെ കണ്ണുകളിലൂടെ അത് ആരാണ് അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ആരാണ് എന്നിലൂടെ കാണുന്നത് എന്ന ബോധത്തിൽ കുറച്ചു സമയം നിങ്ങൾ ഒന്ന് മനനം ചെയ്താൽ വാട്ട് ഈസ് ആത്മാവ്, ആത്മസാക്ഷാത്കാരം എന്ന് അറിയാൻ പറ്റും. നിങ്ങൾ ശരീരബോധത്തെ വിട്ടു, നിങ്ങൾ സർവ്വത്തിനെ നിങ്ങൾ ഡ്രോപ്പ് ചെയ്തു, എല്ലാം വിട്ടു. നിങ്ങൾ ആ സത്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ പറയണു, ആ ബോധസ്വരൂപം മരിക്കുന്നില്ല, നശിക്കുന്നില്ല. എന്നാൽ ആ ബോധം ഈ കാണുന്ന ശരീരത്തെ വിട്ടുപോകുന്നുണ്ട്. എങ്ങനെ വിട്ടുപോകുന്നത്? എപ്രകാരമാണോ ജീർണിച്ച വസ്ത്രം നമ്മൾ ഉപേക്ഷിക്കുന്നത് എന്നതുപോലെ ഈ ശരീരം ജീർണിക്കുമ്പോൾ ഈ ശരീരത്തെ വിട്ട് ഈ ബോധം അടുത്ത ശരീരത്തിലേക്ക് പോകും, അടുത്ത വസ്ത്രത്തെ ധരിക്കും. ഇപ്പൊ ജീർണിക്കുന്ന വെച്ചാൽ എന്താണ്? വയസ്സായി കഴിയുമ്പോഴാണ് ജീർണിക്കുന്നത്. എന്താ ജീർണിക്കുന്നത്? അതിനാണെങ്കിൽ ചെറിയ കുഞ്ഞു മക്കള് അല്ലെ, ചെറിയ പ്രായത്തിൽ തന്നെ ലോകം വിട്ടു പോകുന്നില്ലേ? അവരുടെ ശരീരം ജീർണിച്ചിട്ടാണോ അവര് പോകുന്നത്? അപ്പൊ എന്ത് ജീർണിക്കുന്നത്? അതാണ് കർമ്മം. നിങ്ങൾക്ക് കാര്യം അറിയോ? ജനനം മുതൽ മരണം വരെ നിങ്ങൾ ഏതൊക്കെ അവസ്ഥയിലൂടെ കടന്നു പോകും, ഏതൊക്കെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നതെല്ലാം ഇറ്റ് ഇസ് പ്രീ ഡിറ്റർമൈൻഡ്, നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങളുടെ പൂർവ്വജന്മ കർമ്മത്തിന്റെ ഫലമനുസരിച്ചിട്ട്. അതുകൊണ്ടാണ് പരീക്ഷിത്ത് മഹാരാജാവ് ജനിച്ചപ്പോൾ തന്നെ, പരീക്ഷിത്ത് മഹാരാജാവ് ആരാ? ഭാഗവതത്തില് അല്ലെ, ശ്രീ മഹാഭാഗവതത്തില് പരീക്ഷിത്ത് മഹാരാജാവാണെന്ന് കേൾക്കുന്നത്, ശ്രീ ശുഖമുനിയിലൂടെ ആ ഭാഗവതം കേൾക്കുന്നത്. പരീക്ഷിത്ത് മഹാരാജാവ് ജനിച്ചപ്പോൾ തന്നെ ഇദ്ദേഹം എങ്ങനെയാ മരിക്കണം എന്നുള്ളത് ആ ജ്യോതിഷ പണ്ഡിതന്മാർക്ക് അവർക്ക് അറിയാമായിരുന്നു. അവരെങ്ങനെയത് കണ്ടെത്തിയത്? ബിക്കോസ് കർമ്മഫലം. എന്താ അറിയാൻ വേണ്ടി ജ്യോതിഷൻ പണ്ഡിതന്മാരുടെ അടുത്തേക്ക് ഓടാൻ വേണ്ടിയിട്ടല്ല എന്ന് പറയുന്നത്. അത്രയും ഇൻറ്റ്യൂട്ടീവ് പവർ ഉള്ളവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അത് കച്ചവടമാക്കി എടുക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ ഒരിക്കലും ആ ഒരു ഇൻറ്റ്യൂട്ടീവ് പവർ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇതിനെ കച്ചവടമാക്കാനും പറ്റില്ല എന്നുള്ളതാണ്. കാരണം അതൊരു ഭഗവാൻ നൽകുന്ന ഒരു സിദ്ധിയാണ്. ആ സിദ്ധിയുടെ മുകളിൽ നമുക്കൊരു നിയന്ത്രണവും ഇല്ല. അപ്പോൾ അതറിയുന്ന ഒരാൾ ഒരിക്കലും ഇതെങ്ങനെ പറഞ്ഞു കൊടുക്കുകയും ഇല്ല. പക്ഷെ അത് സത്യമാണ്. എന്ത്? ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും കൃത്യമായിട്ട് അറിയാൻ പറ്റും. എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഗുരുദേവനെ കാണാൻ പോകുമ്പോൾ, ഗുരുദേവന്റെ അടുത്തെത്തുമ്പോൾ ഗുരുചേരിയോട് ഒരുപാട് കാര്യങ്ങൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ ഉള്ളിലുള്ളതൊക്കെ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഓർക്കുന്നത് എങ്ങനെ ആർക്കും അറിയാത്ത രഹസ്യം വരെ എൻ്റെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരുന്ന കാര്യം തന്നെ ഗുരുദേവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി, ഗുരുജി ഇതെങ്ങനെ അറിയാന്നുള്ളത്. ഗുരുജിന്റെ മുഖത്തേക്ക് ചിരിക്കാനുണ്ടായിരുന്നു. അതാണ് ആത്മസാക്ഷാത്കാരം നേടിയവരുടെ ശക്തി എന്ന് വെച്ച് കഴിഞ്ഞാല്, ആത്മാവിൽ പ്രതിഷ്ഠിതമായവർക്ക് ഈ ലോകത്തെ അതിന്റെ എല്ലാ ഭാവങ്ങളും നമുക്ക് അറിയാൻ പറ്റും. അതാണ് ജീവിതത്തിൽ ഗുരു വേണമെന്ന് പറയുന്നത്. കാരണം ഗുരു ഉണ്ടാവുമ്പോൾ കണ്ടോ, അർജുനന്റെ ഗുരു ഉണ്ടായപ്പോഴാണ് ഈ മഹാജ്ഞാനം ലഭിച്ചത് എന്നതുപോലെ ജീവിതത്തിൽ ഗുരു സംഭവിക്കുമ്പോൾ ആ മഹാജ്ഞാനം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ വെറുതെ കേട്ടുകൊണ്ടിരിക്കല്ലേ, ജീവിതത്തിൽ അനുഭവ വേദ്യമാകും. എപ്പോഴെന്നറിയോ? ആത്മസാക്ഷാത്കാരം നേടിയ ആ ഒരു തത്വത്തിന്റെ, ആ ഒരു വ്യക്തിയുടെ മുന്നിൽ മാത്രം. ഈ തീന്റെ ഇതുണ്ടല്ലേ, തീ കത്തിക്കൊണ്ടിരിക്കല്ലേ, ഇതിലേക്ക് ഒരു ചെറിയ പ്രാണി വന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ പ്രാണി എന്നുള്ള അവസ്ഥയുണ്ടോ? ഇല്ല, തീയായിട്ട് മാറി, അത് ജ്വലിച്ചു പോയി, പിന്നെ തീ മാത്രമേ ഉള്ളൂ. എന്നതുപോലെ തന്നെയാണ് ഗുരുവിന്റെ അടുക്കൽ എത്തുന്ന ശിഷ്യൻ. തീ പോലെ ഗുരു അതിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ തീന്റെ ചൂടും കിട്ടും, പ്രകാശവും കിട്ടും. പിന്നെ വേറെ വ്യത്യാസമൊന്നുമില്ല. ശിഷ്യനും അവിടെ ആത്മസാക്ഷാത്കാരം നേടി. പക്ഷേ ഗുരുവിന്റെ അടുക്കൽ എത്തുമ്പോൾ മാത്രം എത്ര ഗംഭീരമായിട്ടുള്ള ആ ഒരു തത്വമാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു നൽകിക്കൊണ്ടിരിക്കുന്നത്. യെസ്, അപ്പൊ അർജുനോട് പറയാണ്, അർജുന, ഈ ബോധസ്വരൂപം, ഈ ബോധം, നീ എന്ന യഥാർത്ഥ സത്യം അത് ഈ ശരീരം ഉപേക്ഷിച്ച് പോകുന്നത് പോലെ മാത്രം, വസ്ത്രം ഉപേക്ഷിച്ച് പോകുന്നത് പോലെയുള്ളൂ. ഏത്? മരണം എന്ന് പറയുന്ന അവസ്ഥ. കർമ്മം തീരുമ്പോൾ ശരീരം ജീർണിക്കും, ഈ അവസ്ഥ ജീർണിക്കും. ഞാനെന്ന ഈ കാണുന്ന അവസ്ഥ, ഈ പഞ്ചഭൂതമായി നിർമ്മിതമായിരിക്കുന്ന ഈ അവസ്ഥ ജീർണിക്കും. എന്നിട്ടോ അടുത്ത ശരീരത്തിലേക്ക് പോവും, എന്റെ കർമ്മഫലം അനുസരിച്ചിട്ട്. ഇത് തത്വദർശികൾ, അതായത് ബോധമുള്ളവർ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞപ്പോ
അർജുൻ ഏകദേശം ആത്മാവിന്റെ സ്വരൂപത്തെ കുറിച്ച് ബോധമുണ്ടായി. എന്നിട്ട് അടുത്ത രഹസ്യത്തെ കുറിച്ച് ഭഗവാൻ പറയാണ്. വാട്ട് ഈസ് മരണം? ഭഗവാൻ ആത്മാവ് എന്താണ്, മരണം എന്താണെന്നുള്ള അടുത്ത രഹസ്യം 23-ാമത്തെ ശ്ലോകം. ഇത് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. 23-ാമത് കേട്ടോ. 23-ല് ഈ ഊർജത്തിന്റെ സ്വഭാവം ഇപ്പൊ നമ്മൾ തിരിച്ചറിഞ്ഞു. ആത്മാവ് എന്നുള്ളത് ഊർജമാണെന്ന് ഞാൻ ചിന്തിക്കാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ആത്മാവ് എന്നത് ഊർജമാണോ? അതാണ് 23-ാമത്തെ ശ്ലോകം. നമുക്കിത് കേൾക്കാം. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകാഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതാഃ. ഈ ആത്മാവിനെ ആയുധങ്ങൾ കീറി മുറിക്കുന്നില്ല, അഗ്നി അതിനെ ദഹിപ്പിക്കുന്നില്ല, ജലം അതിനെ നനച്ചു കളയുന്നില്ല, കാറ്റ് ഉണക്കുന്നുമില്ല. 24 അച്ഛേദ്യോ യമദ്യാഹ്യോയം അക്ലേദ്യോ ശോഷ ഏവ ച നിത്യ സർവഗതസ്ഥാണുഃ അചലോയം സനാതന. ഈ ആത്മാവ് ഛേദിക്കപ്പെടാവുന്നതല്ല, അത് ദഹിക്കപ്പെടാവുന്നതും നനയ്ക്കപ്പെടാവുന്നതും ഉണക്കപ്പെടാവുന്നതുമല്ല. നിത്യനും സർവവ്യാപിയും സ്ഥിരനും ചലനമില്ലാത്തവനും എപ്പോഴും ഉള്ളവനുമാണ് നിശ്ചയം. കണ്ണുകളടച്ച് ദീർഘമായൊരു ശ്വാസം അകത്തേക്ക് എടുക്കാം. പൂർണ്ണമായും ശ്വാസം പുറത്തേക്ക് വിടാം. കണ്ണുകൾ തുറക്കാം. ഊർജം എന്ന തലത്തില് ആത്മാവിനെ അറിയാൻ പറഞ്ഞില്ലേ? ഇനി ഭഗവാൻ ആത്മാവിന്റെ സ്വഭാവം, വാട്ട് ഈസ് ആത്മാവ്, എന്താണ് ഈ ആത്മാവ് എന്ന് പറയാണ്. വെള്ളത്തിൽ തൊട്ട് കഴിഞ്ഞാൽ അത് വെള്ളത്തിലാണ് തൊടുന്നത് എന്ന് നമുക്കറിയാൻ പറ്റും, ആണോ അല്ലയോ? തീന് തൊട്ട് കഴിഞ്ഞാൽ അതിന്റെ ചൂട് നമുക്കറിയാൻ പറ്റും, ആണോ അല്ലയോ? അറിയാൻ പറ്റും. കാറ്റടിക്കുന്നുണ്ട്, ആ അനുഭവം കിട്ടുന്നുണ്ട്, നമുക്ക് ഉണ്ട്, ആണോ അല്ലയോ? അതെ. എന്തുകൊണ്ട് അനുഭവം കിട്ടുന്നത്? കാറ്റ് അതിനടിക്കുമ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തിൽ അതിന്റെ അനുഭവം കിട്ടുന്നത്, തീന്റെ ചൂട് എനിക്ക് തൊട്ട് കഴിഞ്ഞാൽ ചൂടായിട്ട് അനുഭവപ്പെടുന്നതും, വെള്ളത്തിൽ തൊട്ട് കഴിഞ്ഞാൽ അത് വെള്ളമാണ് തിരിച്ചറിയിപ്പിക്കുന്നതും എന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം എന്റെ ശരീരം പഞ്ചഭൂത നിർമ്മിതം ആണ്. പഞ്ചഭൂത നിർമ്മിതം. ഏതൊക്കെ പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാ? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശ. പഞ്ചഭൂതങ്ങൾ. കാറ്റ് ഒരു പഞ്ചഭൂതമല്ലേ? അഗ്നി പഞ്ചഭൂതമല്ലേ? ജലം പഞ്ചഭൂതമാണ്. ഈ ലോകം തന്നെ പഞ്ചഭൂത നിർമ്മിതമല്ലേ? ഈ ലോകം പഞ്ചഭൂത നിർമ്മിതമായതുകൊണ്ടും ഞാൻ പഞ്ചഭൂത നിർമ്മിതമായതുകൊണ്ടുമാണ് കാറ്റിനെ എനിക്ക് അറിയാൻ പറ്റുന്നത്, അഗ്നി എനിക്ക് അറിയാൻ പറ്റുന്നത്, ഈ കാണുന്ന പ്രകാശമായാലും ജലമായി അറിയാൻ പറ്റുന്നത് പഞ്ചഭൂത നിർമ്മിതമായതുകൊണ്ടാണ്. പക്ഷെ ഭഗവാൻ പറയണു, ആത്മാവിനെ ജലം കുതിർക്കുന്നില്ല, കാറ്റ് അതിനെ ഉണക്കുന്നില്ല, അസ്ത്രങ്ങൾ അതിന് ഭേദിക്കുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ ഊർജം എന്നുള്ളത് പഞ്ചഭൂത നിർമ്മിതമല്ല. ഈ കാണുന്ന പ്രകൃതി മുഴുവനും ഒരംശം പോലും ഇപ്പോഴും നമുക്ക് ഈ ലോകത്തെ കുറിച്ച് അറിയില്ല. ഈ ഭൂമി പോലും ഈ അനന്തമായ പ്രപഞ്ചത്തിന്റെ ഏതൊരു കോണിലെ ചെറിയൊരു മണൽത്തരിയുടെ അത്ര പോലും ഇല്ല. ആ ഭൂമിയിൽ ഇരുന്നിട്ടാണ് നമ്മൾ എന്തോ ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധവും അമ്മായിമ്മ പോലും ഒക്കെ നടന്ന എവിടെ ഇരുന്നുകൊണ്ടാണ്? ഈ അനന്തമായ പ്രകൃതിയില് ഈ കുഞ്ഞു പൊടി പോലും അല്ലാത്ത ഭൂമിയിൽ ഏതോ ഒരു കോണിൽ ഇരുന്നിട്ടാണ് ഈ പ്രകൃതി, ഈ അനന്തമായ പ്രകൃതി പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെയാണ് ആത്മാവിനെ. കാരണം ഈ പ്രകൃതിയിൽ നിന്ന് അറിയാൻ പറ്റില്ല. പഞ്ചഭൂത നിർമ്മിതമത്തും അപ്പുറമാണ്. ഊർജം പോലും പഞ്ചഭൂത നിർമ്മിതമാണ്. ഇലക്ട്രിസിറ്റി, കറണ്ട് ഊർജമാണ് അല്ലെ? അത് പഞ്ചഭൂത നിർമ്മിതമാണ്. കാരണം പ്രകൃതിയിലെ ഊർജമാണ്. പക്ഷെ ആത്മാവെന്ന് പറയുന്നത് അതിലും അതീതമാണ്. അതെന്താ? ഭഗവാൻ പറയണു, ഇറ്റ് ഈസ് യു. അതാണ് നീയുള്ളത്, വേറെ ഒന്നുമല്ല. നീ വേറെ എവിടെയോ ആകാശത്തേക്ക് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. എവിടെ ആത്മാവ്? വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും വൈകുന്നേരം രാത്രിയാകുമ്പോ പുറത്തിറങ്ങി നടക്കുന്ന വെള്ള വസ്ത്രം ധരിച്ച ആത്മാവ് കിട്ടുമോ? അല്ല, അതല്ല ആത്മാവ്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആത്മാവ് പഞ്ചഭൂത നിർമ്മിതമായേനെ. എന്നാ അങ്ങനെ ഒരാള് രാത്രി പുറത്തിറങ്ങി
ആ വെള്ള വസ്ത്രം ധരിച്ച് നടക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് പഞ്ചഭൂത നിർമ്മിതമായിരിക്കും. പക്ഷെ ഭഗവാൻ പറയണ എന്താ? പഞ്ചഭൂത നിർമ്മിതമല്ല. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റണേ ആത്മാവിനെ? കാണണമെങ്കിൽ ഇത് പഞ്ചഭൂതം ആയിരിക്കണ്ടേ? അയ്യോ ഇന്നലെ രാത്രി എന്റെ അപ്പൂപ്പൻ വന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൂപ്പൻ മരിച്ചപ്പോഴേ അറിയുന്ന ആ പുള്ളി എന്നെ കൊണ്ടേ പോകുന്നുള്ളൂ. അപ്പൂപ്പനെ ഗതി കിട്ടാതെ അലയുന്നുണ്ടെന്ന് മറ്റേ ജ്യോതിഷത്തിൽ പറഞ്ഞു. അയ്യോ ഇന്നലെ അലഞ്ഞ് എന്റെ വീട്ടിൽ മുമ്പ് എത്തി എന്ന് പറയും. ഇല്ല, കാണാൻ പറ്റില്ലല്ലോ, അറിയാൻ പറ്റില്ലല്ലോ. പിന്നെ എന്തിനാ ആത്മാവിനെ ഓർത്ത് പേടിക്കണേ? ആത്മാവിനെ കുറിച്ചുള്ള ഭയം സോ ബ്യൂട്ടിഫുൾ. ആത്മതത്വം, ബിക്കോസ് അതാണ് നിങ്ങൾ. ഇറ്റ് ഈസ് യു. ആത്മതത്വം. ഈ ബോധത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരും അർജുന. അതാണ് ക്ഷേത്രത്തിനകത്ത് പോയി പ്രാർത്ഥിക്കുന്നത്. അകത്തിരിക്കുന്ന വിഗ്രഹം എന്താ? ആത്മസ്വരൂപത്തിന്റെ അതീതം. പരമാത്മാവാണ് അകത്തിരിക്കുന്നത്. പരമാത്മാവ്. ആ പരമാത്മാവായ ബോധത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഗ്രഹിക്കാൻ വേണ്ടിയാണ് ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നത്. അവിടെ ആ ഒരു സാന്നിധ്യത്തിൽ പോയി ഇരിക്കാൻ പറയണത്. അല്ലാതെ ആ ഒരു കാണുന്ന രൂപത്തിലല്ല. അത് പരമാത്മാവിന്റെ പ്രതീകമാണ്. ആ പ്രതീകം എവിടെ യഥാർത്ഥം ഇരിക്കണേ? ഇവിടെ ഉണ്ട്, എന്റെ ഉള്ളിലുണ്ട്. ആ ബോധത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ വേണ്ടി ക്ഷേത്രത്തിൽ നമ്മളെ ഭഗവാനെ കാണുന്നു. സത്യത്തിൽ ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്, എന്റെ ഉള്ളിലുണ്ട്. ഭഗവാൻ എത്ര നാട്ടിൽ സാധിക്കുമോ? എന്നിട്ടാണ് നിങ്ങൾ പറയണത് അയാളുണ്ടെങ്കിൽ ഇയാളുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്ന് പേടിച്ചുകൊണ്ടിരിക്കുകയാണത്. ഒരു എക്സാം കൊണ്ട് തീർക്കുവാണ് നിങ്ങൾ ഭഗവാനെ. എക്സാം ജയിച്ചില്ലെങ്കിൽ തീർന്നു, എന്റെ ജീവിതം തീർന്നു. എവിടെ തീരാൻ? യു ആർ ബിയോണ്ട് എക്സാംസ്. ഏത് പരീക്ഷണങ്ങൾക്കും അതീതമാണ് നിങ്ങളെന്ന സത്യം. ആ ബോധത്തെയാണ് ഭഗവാൻ അർജുനിലൂടെ നമുക്ക് ഓരോരുത്തർക്കും പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ തലയ്ക്കകത്ത് ഒരു ഇടിമിന്നലൊക്കെ നിങ്ങളുണ്ടോ? ഇത് കേൾക്കുന്തോറും മനസ്സങ്ങോട്ട് സ്വസ്ഥമാവുകയാണ്. സകല ഭയങ്ങളും നമ്മൾ വിട്ടുപോവാ. ഭഗവാൻ പറഞ്ഞു ഡോണ്ട് വറി, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളെന്ന സത്യത്തിനെ ആർക്കും ഭേദിക്കാനാവില്ല. ഒരു ശക്തിക്ക് നിങ്ങൾ തടുക്കാനാവില്ല. നിങ്ങൾ അനന്തമാണ്, ജനന മരണങ്ങൾക്കും അതീതമാണ്, സുഖബോധ സ്വരൂപമാണ്, പരമാനന്ദമാണ്. ആനന്ദത്തെ അറിയണം. എങ്ങനെ അറിയാൻ പറ്റും? അതാണ് അടുത്ത ശ്ലോകം. 25ാമത്തെ ശ്ലോകം. അവ്യക്തോയമചിന്യോയം അവികാര്യോയമുച്യത്തെ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി. ഈ ആത്മാവ് ഇന്ദ്രിയ വിഷയനല്ലാത്തതിനാൽ അവ്യക്തനാണ്, അചിന്ത്യനാണ്, അതുപോലെ വികാരങ്ങൾ സംഭവിക്കുന്നവനല്ല എന്ന് പറയപ്പെടുന്നു. ആയതിനാൽ ആത്മാവിനെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞ് ദുഃഖിക്കരുത്. 26. അഥൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം തഥാപി ത്വം മഹാബാഹോ നൈവം ശോചിതുമർഹസി. അഥവാ ആത്മാവ് നിത്യനും ജനിക്കുന്നതാണെന്നും നിത്യവും മരിക്കുന്നതാണെന്നും കരുതിയാൽ തന്നെ ഹേ മഹാബാഹോ, ഇതുപോലെ ദുഃഖിക്കാൻ പാടില്ല. 27. ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാദപരിഹാര്യർത്ഥേ ന ത്വം ശോചിതുമർഹസി. എന്തെന്നാൽ ജനിച്ചവന് മരണം നിശ്ചിതമാണ്, മരിച്ചവന് ജനനവും സുനിശ്ചിതമാണ്. ആയതിനാൽ പരിഹരിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് നീ എന്തിന് ദുഃഖിക്കണം? കണ്ണുകളടച്ച് ദീർഘമായ ശ്വാസം അകത്തേക്ക് എടുക്കാം. പൂർണ്ണമായും ശ്വാസം പുറത്തേക്ക് വിടാം. സാവധാനം കണ്ണുകൾ തുറക്കാം. ഭഗവാൻ പറയണു, അർജുന, ഈ പരമാനന്ദം എന്ന് പറയുന്ന അവസ്ഥയുണ്ടല്ലോ, എന്നുവെച്ചാൽ സുഖം, ദുഃഖം, വിജയം, പരാജയം, അതൊക്കെ ശരീരത്തിന്റെ സ്വഭാവമാണ്. അതിലൊക്കെ മനസ്സ് പെടുക എന്നുള്ളത്. നീ ബോധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് സത്യമായ ഉണ്മ എന്ന് വെച്ചാൽ നീ നിത്യമായതാണ് എന്നുള്ള ബോധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിനക്ക് സ്വസ്ഥത മാത്രമേ ഉള്ളൂ. ആ സ്വസ്ഥതയാണ് പരമാനന്ദം എന്ന് പറയുന്നത്. അപ്പം ഇത് കേട്ടപ്പോ
ഭഗവാന് മനസ്സിലായി ഈ നിത്യം എന്ന വാക്കുകൊണ്ട് അർജുനന് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഭഗവാൻ ചിന്തിക്കുക. എന്നിട്ട് ഭഗവാൻ പറയാണ്, ശരി ഞാൻ സമ്മതിച്ചു, ഈ നിത്യത എന്ന് പറയുമ്പോൾ, അതായത് എനിക്ക് ജനനമില്ല മരണമില്ല എന്ന് പറയുമ്പോൾ നിനക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ നീ വിചാരിച്ചുകൊള്ളൂ, ആത്മാവിന് ജനനമുണ്ട് എന്ന് വിചാരിച്ചോളൂ, മരണമുണ്ട് എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ പോലും ദുഃഖിക്കേണ്ട ആവശ്യം എന്താ? കാരണം ജനനമുള്ളതിനെല്ലാം എന്തുണ്ട്? മരണമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ മരണം ഉണ്ട്. അപ്പൊ അനിവാര്യമായ ഒന്നിനെ ഓർത്ത് എന്തിനാ ദുഃഖിക്കണേ? അങ്ങനെയാണ് ജീവിതകാലം മുഴുവൻ പേടിച്ച് ജീവിക്കേണ്ടി വരില്ലേ? കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രയോ ആളുകൾ ഈ ഭൂമിയിൽ മരിച്ചു പോയിട്ടുണ്ട്, എത്രയോ ആളുകൾ ഇനി ജനിക്കാൻ ഇരിക്കുന്നുണ്ട്. ഏതോ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇവിടെ വന്നിരിക്കുന്നു. ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ നമ്മളൊക്കെ എവിടെയായിരിക്കും? 100 കൊല്ലം കഴിഞ്ഞാല് ഒരു 100 കൊല്ലം മുമ്പേ നമ്മൾ എവിടെ ആയിരുന്നു? ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എവിടെയായിരിക്കും നമ്മള് 100 കൊല്ലം കഴിഞ്ഞാല്? ഭഗവാൻ പറയണു, ജനനമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ മരണത്തെ കുറിച്ച് നീ ഓർത്ത് ദുഃഖിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം അനിവാര്യമായ ഒന്നല്ലേ ഇത്. നീ ദുഃഖിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് നീ വെറുതെ മരണത്തെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. അതങ്ങ് ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് ഭഗവാൻ പറയണു 28-ാമത്തെ ശ്ലോകം, 28-ാമത്തത്, അതാണ് ഈ അവ്യക്തത. ഇപ്പൊ ഞാൻ പറഞ്ഞത് 28-ാമത്തെ ശ്ലോകം. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവന. ഹേ ഭാരത, ജീവികൾ ജനനത്തിന് മുമ്പ് വ്യക്തമല്ല, ജനനത്തിന് ശേഷം മാത്രം വ്യക്തമാണ്, മരണത്തിന് ശേഷം വീണ്ടും വ്യക്തമല്ലാതാകുന്നു. ഇതിനെന്തിന് ദുഃഖിക്കണം? കണ്ണുകളടച്ച് ദീർഘമായ ശ്വാസം അകത്തേക്ക് എടുക്കാം. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം. കണ്ണുകൾ തുറക്കാം. 100 കൊല്ലം മുമ്പേ നിങ്ങൾ എവിടെയായിരുന്നു? അറിയില്ല. 100 കൊല്ലങ്ങൾക്ക് ശേഷം എവിടെയായിരിക്കും? അതും അറിയില്ല. 100 കൊല്ലം വേണ്ട അതിന്, വെറുതെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അപ്പോ അവ്യക്തതയിൽ നിന്ന് ഞാൻ വന്നത് ഏതോ അവ്യക്തമായതിൽ നിന്ന് ഇനി ആ അവ്യക്തതയിലേക്ക് ഞാൻ പോവുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ. കാരണം എൻ്റെ യഥാർത്ഥ അവസ്ഥ എന്നുള്ളത് അത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുന്നല്ല. പിന്നെ എന്തിനാണ് അതിനെക്കുറിച്ച് ഓർത്ത് നീ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്? ആ വിഷമത്തെ അങ്ങോട്ട് വിട്ടുകളയും. കാരണം നീ വന്നിരിക്കുന്ന ഈ അവസ്ഥ എന്നുള്ളത് ഈ നമ്മള് ട്രെയിൻ വേണ്ട, ഇപ്പൊ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ ഫ്ലൈറ്റ് ഒക്കെ വൈകി കഴിയുമ്പോൾ നമുക്ക് സ്ഥലത്തോട്ട് ഇരുത്തും വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വെയിറ്റിംഗ് ലോഞ്ച് എന്ന് പറയാം. വേണ്ട, ഇപ്പൊ ബസ് സ്റ്റേഷനിൽ ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട്. ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും അടുത്താണ് വന്നിരിക്കുമ്പോൾ എവിടെ പോകുന്നു എന്നൊക്കെ പരിചയങ്ങളൊക്കെ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇവർക്ക് പരിചയപ്പെടാറുണ്ട്. ഉണ്ടോ ഇല്ലയോ? ശരി. എന്നിട്ട് ഞാൻ കോട്ടയത്തേക്കും പോകും, ഈ വ്യക്തി എറണാകുളത്തേക്കും പോകും. അവർ കുറച്ച് സമയത്തേക്ക് നമ്മൾ ആ ഒരു സ്ഥലത്ത് വെയിറ്റിംഗ് റൂമിൽ ഇരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു ഇല്ലേ എന്നതുപോലെ മാത്രമേ ഉള്ളൂ. ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു വെയിറ്റിംഗ് ലോഞ്ചാണ്. ഞാൻ എങ്ങോട്ടോ പോകണോ എൻ്റെ കർമ്മഫലം അനുസരിച്ചിട്ട്, എൻ്റെ കൂടിയിരിക്കുന്ന ആൾ വേറെ എങ്ങോട്ടോ പോകുന്നു ആ വ്യക്തിയുടെ കർമ്മഫലം അനുസരിച്ചിട്ട്. അപ്പൊ കൂടിയിരിക്കുന്ന ആളെന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, ഈ ജന്മത്തിൽ എൻ്റെ കൂടെയുള്ള എല്ലാ ബന്ധങ്ങളും ഒരു വെയിറ്റിംഗ് ലോഞ്ചിന് വന്നിരിക്കുന്ന കുറച്ച് വ്യക്തികൾ മാത്രം. കുറച്ച് കഴിയുമ്പോൾ ആ കർമ്മം അനുസരിച്ചിട്ട് ഇങ്ങനെ പിരിഞ്ഞങ്ങ് പോകും എല്ലാ 4 വാർഡ് നേരെ വസ്തുക്കും. അങ്ങനെ എവിടെ നിന്നോ വന്നത് നമ്മളിങ്ങോട്ട് എങ്ങോട്ടോ പോകും നമ്മള്. ആ കുറച്ച് സമയമുണ്ട്. വ്യക്തം എന്ന് ഞാൻ വിശ്വസിക്കുന്ന, അതായത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാനും കേൾക്കാനും അറിയാനും ഭാവിക്കുന്ന ഈ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് വെയിറ്റിംഗ് റൂമാണ്. ഈ വെയിറ്റിംഗ് റൂമിൽ നിന്നിട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കി, ബഹളം ഉണ്ടാക്കി, കുറ്റവും പറഞ്ഞ് വിഷമവും വിഷമിച്ചുകൊണ്ടും എക്സാമിന്റെ പേടി, ആ പേടി, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടുമെന്നുള്ള പേടി, അല്ലെങ്കിൽ ഞാൻ സുന്ദരിയാണോ സുന്ദരനാണോ എന്നുള്ള വിഷമം, ഇതൊക്കെ ഈ വെയിറ്റിംഗ് റൂമിൽ ഇരുന്നിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു നിമിഷം പോലും വേണ്ട ഒരു പക്ഷേ ഈ വെയിറ്റിംഗ് റൂമിൽ നിന്ന് പോകാനായിട്ട്. അത്രയേ ഉള്ളൂ ജീവിതം എന്ന് പറഞ്ഞ സത്യം. അവ്യക്തതയിൽ നിന്നും അവ്യക്തതയിലേക്ക്, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ അർജുന ആണ് ഭഗവാൻ പറയണത്, അർജുന ഈ ഒരു വെയിറ്റിംഗ് പോലും നിന്നെ ബാധിക്കില്ല. കാരണം നീ എന്ന സത്യം എവർ എക്സിസ്റ്റൻസ്, എപ്പോഴും ഉള്ളതാണ്, നിത്യമാണ്. ഈ ശരീരം വിട്ടു കഴിഞ്ഞാൽ അടുത്ത ശരീരം, അത്ര മാത്രമേ ഉള്ളൂ. എങ്കിൽ ഈ ജീവിതത്തെ അതിൻ്റെ പൂർണ്ണതയിൽ നിന്ന് ആസ്വദിക്കുക. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഓരോ പ്രശ്നങ്ങളുടെ പുറകെ പോയി വിടാതെ
ഈ കേവലം നൈവിഷകമായ ജീവിതത്തെ അതിന്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ ആ ജീവിതത്തെ എങ്ങനെ പൂർണ്ണത ജീവിക്കാൻ പറ്റും, വെറുതെ ആൾക്കാരെ കുറിച്ചുള്ള പരിഭവങ്ങളും കുറ്റങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കാതെ ഈ ഒരു ഉണ്മ എങ്ങനെ അറിയാൻ പറ്റും, ആ ബോധത്തെ എങ്ങനെ അറിയാൻ പറ്റും, അതിലേക്ക് നിന്റെ ശ്രദ്ധ കൊണ്ടുപോവാം. കാരണം വളരെ നൈമിഷികമാണ് ഈ പ്രകടമായിരിക്കുന്ന ഈ ജീവിതം എന്ന് പറയുന്ന ഇപ്പോൾ കാണുന്ന ഈ ഒരു അവസ്ഥ. ഇനി അവ്യക്തതയിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. അതിന് മുന്നേ സത്യത്തെ ഗ്രഹിക്കുക. അതാണ് ഭഗവാൻ അർജുന് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം 29ാമത്തെ ശ്ലോകം. അത് വളരെ ഒരു തമാശ പോലെയുള്ള ശ്ലോകം കൂടിയാണ്. കേൾക്കാൻ നമുക്കത് 29ാമത്തെ ശ്ലോകം. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവദ്വദതി തഥൈവ ചാന്യാഃ ആശ്ചര്യവച്ചൈനമന്യഃ ശൃണോതി ശ്രുത്വാപ്യേനം വേദ ന ചൈവ കശ്ചിത്. ആത്മാവിനെ ചിലർ അത്ഭുത വസ്തുവായി കാണുന്നു, ചിലർ അത്ഭുത വസ്തു എന്ന പോലെ വിവരിക്കുന്നു, ചിലർ അത്ഭുത വസ്തുവിനെ കുറിച്ച് എന്ന പോലെ കേൾക്കുന്നു, മറ്റു ചിലരാകട്ടെ ആത്മാവിനെ പറ്റി കേട്ടാൽ പോലും അറിയുന്നില്ല. 30. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. ഹേ അർജുന, എല്ലാ ദേഹങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ഈ ആത്മാവ് നിത്യനും വധിക്കപ്പെടാത്തതുമാണ് എന്നറിയുക. ആയതിനാൽ ഒരു ജീവിയെക്കുറിച്ചും ദുഃഖിക്കേണ്ടതില്ല. കണ്ണുകളടച്ച് ദീർഘമായ ശ്വാസം അകത്തേക്ക് എടുക്കാം. പൂർണ്ണമായും ശ്വാസം പുറത്തേക്ക് വിടാം. സാവധാനം കണ്ണുകൾ തുറക്കാം. ഭഗവാൻ പറയണു, ഈ ആത്മാവിനെ ചിലര് ആശ്ചര്യത്തോടെ വർണ്ണിക്കുന്നു, കുറെ ചിലര് ആശ്ചര്യത്തോടൊപ്പം കേട്ടുകൊണ്ടിരിക്കുന്നു. ചിലർക്ക് ആത്മാവെന്ന് കേട്ടാൽ തന്നെ അവർക്കത് മനസ്സിലാവുന്നുമില്ല, എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കേവലം ആശ്ചര്യം മാത്രമേ ഇവിടെ. ആ വാക്ക് ശ്രദ്ധിച്ചു നിങ്ങൾ. ഭഗവാൻ 3 തവണ ആശ്ചര്യം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ആശ്ചര്യം എന്ന് വെച്ചാൽ എന്താ? ആശ്ചര്യം നിങ്ങളുടെ വീട്ടിലേക്ക് പറയാതെ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ ഒരു ബന്ധു അല്ലെങ്കിൽ സുഹൃത്ത് കയറി വന്നു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്കുണ്ടെന്ന ഭാവം എന്താ? ആശ്ചര്യം. ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. ആശ്ചര്യം വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്ന അവസ്ഥ എന്താ? ആശ്ചര്യത്തിന് എന്തുണ്ടാവും? നത്തിങ്, ഒന്നുമില്ല, ശൂന്യത. ആ ഒരു മൊമെന്റില് നമ്മൾ കണ്ടുപിടിച്ച് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആശ്ചര്യം കണ്ണുകളിൽ മൊത്തം നിറഞ്ഞിരിക്കും. പിന്നെ ഉള്ളിൽ വരുന്നൊരു ആനന്ദം, ഒരു സന്തോഷം. ചില കണ്ണുകളൊക്കെ നിറയും ആശ്ചര്യം കൊണ്ട്, ആണല്ലോ. യെസ്, ആശ്ചര്യ, വണ്ടർ. വിസ്മയോ യോഗ ഭൂമിക എന്ന ശിവസൂത്ര എന്ന് പറയുന്ന ഒരു ബൃഹത് ഗ്രന്ഥത്തില് ഈ ആത്മതത്വത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. വിസ്മയ യോഗ ഭൂമിക. അതായത് ആശ്ചര്യം എന്ന അവസ്ഥയിലൂടെ അല്ലാതെ നമുക്കതിനെ അനുഭവിക്കാൻ സാധിക്കില്ല. ഈ ആശ്ചര്യം നിങ്ങൾ കണ്ടുണ്ടോ? ആശ്ചര്യത്തില് അതിന്റെ സിമ്പിൾ കണ്ടുണ്ടോ? സിമ്പിൾ ഇംഗ്ലീഷില് ഇങ്ങനെ ഒരു വരാതിരിച്ചിട്ട് അതിൽ കുത്തുവെച്ചു കൊടുക്കും. എക്സ്ക്ലമേഷൻ മാർക്കാണ് ആശ്ചര്യത്തെ നമ്മൾ സൂചിപ്പിക്കുന്നത്, ആണോ? ആശ്ചര്യ. ചോദ്യം, അതിന്റെ സിമ്പിൾ ആണ്. ചോദ്യം ഇതിനെ വളഞ്ഞു കിടക്കും, അല്ലെ? വളഞ്ഞിരിക്കും, എന്നിട്ട് നാളെ താഴെ കുത്തും വരും, അല്ലെ? ചോദ്യത്തിന്റെ സിമ്പിള്. ഗുരുദേവൻ എന്താ പറഞ്ഞതറിയോ? ഈ ജീവിതത്തെ നിങ്ങൾ ചോദ്യമായിട്ട് കാണുമ്പോ ഉണ്ടല്ലോ, ഈ വളഞ്ഞിരിക്കുന്ന സാധനത്തിൽ പിടിച്ചിരിക്കുന്ന പോലെയാ. ഇത് എവിടെയും പോയി തൂങ്ങിക്കിടക്കും. അയ്യോ, എന്റെ ജീവിതത്തിൽ എന്തായാലും സംഭവിച്ചുകൊണ്ടിരിക്കണേ? ചോദ്യം. അയ്യോ, ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്റെ ജീവിതത്തിൽ മാത്രം എന്തെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കണേ? അടുത്ത ചോദ്യം. എന്നാലും എനിക്ക് മാത്രം എന്തെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കണേ? അടുത്ത ചോദ്യം. എന്റെ ജീവിതം എങ്ങോട്ടാണോ പോയിക്കൊണ്ടിരിക്കണേ? അടുത്ത ചോദ്യം. ഈ ചോദ്യങ്ങൾ നിങ്ങൾ പിടിക്കണമെങ്കിൽ സകലത്തിൽ കൊളുത്തി പിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്ന് വിടാൻ പറ്റത്തില്ല കേട്ടോ. ജീവിതത്തിൽ വിടാൻ പറ്റത്തില്ല. വിടേണ്ട സമയം ജീവിച്ചു കഴിഞ്ഞാൽ വിടാൻ പറ്റത്തുള്ളൂ. ഒന്ന് ആലോചിക്കുക, നിങ്ങൾ ഈ മച്ചിന്റെ മേളിൽ തൂങ്ങിക്കിടക്കുന്ന അവസ്ഥ ആലോചിക്കുക. തൂങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. എത്ര നേരം തൂങ്ങിക്കിടക്കാൻ പറ്റും? കുറച്ച് കഴിയുമ്പോൾ കയ്യും കാലൊക്കെ വേനെടുക്കാൻ തുടങ്ങും, അല്ലേ? 80 വയസ്സായി ആ മച്ചിങ്ങനെ തൂങ്ങിക്കിടക്കുക. ഒരവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ജീവിതത്തില്
ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താ 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 എന്താന്നുള്ളത് ഭഗവാന് നന്നായിട്ട് അറിയാം. ആ ഭഗവാനെ വിട്ടുകൊടുത്തൂടെ ജീവിതത്തെ? കൃത്യമായിട്ട് എങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഈ ജനിപ്പിച്ച ഭഗവാൻ അറിയാമെങ്കിൽ പിന്നെ ചോദ്യം ചോദിച്ച് ഡെയിലി രാവിലെ വന്നിട്ട് ഭഗവാനേ ഭഗവാനേ നിലവിളിക്കേണ്ട ആവശ്യമുണ്ടോ? അത്ഭുതപ്പെടും, ആശ്ചര്യപ്പെടും. ആ ഒരു വളഞ്ഞടക്കണതിനെ നിവർത്തി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഫ്രീ ആയി ആ മച്ചിന് താഴെ എത്താൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ആശ്ചര്യപ്പെടും. ജീവിതത്തില് ഓരോ അനുഭവങ്ങൾ വരുമ്പോഴും അത്ഭുതപ്പെടുക. ഇന്നലെ വരെ എന്റെ തോളത്ത് കൈയിട്ടിടുന്ന ആളാ, ഇപ്പൊ നോക്കിക്കേ എന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറി. അത്ഭുതം. ചോദ്യാക്കണ്ട, എന്തുകൊണ്ടാണ് അവൻ ഇത്രയും ഞാൻ സ്നേഹിച്ചിട്ട് അവൻ എന്തുകൊണ്ട് എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ? ചോദ്യാക്കണ്ട. അപ്പൊ നമ്മൾ അയാളുടെ പുറകെ പോകേണ്ടി വരും. പക്ഷെ ജീവിതം എന്ന രഹസ്യത്തിൽ നിന്ന് നമ്മള് തട്ടിത്തെറിക്കപ്പെടും, ആശ്ചര്യപ്പെടും. ലൈഫിൽ നടക്കുന്ന ഓരോ അനുഭവത്തിലും ആശ്ചര്യം. കാരണം ഇപ്പൊ ഭഗവാന്റെ ഒരു ലീലകൾ, നമ്മുടെ ഭാഗവതം മുഴുവൻ ലീലകളാണ്. ഭഗവാന്റെ ലീലകൾ. ലീല എന്ന് വെച്ചാൽ എന്താ? ആശ്ചര്യമാണ്. കാളി എന്ന സർപ്പത്തിന്റെ മുകളിൽ നൃത്തം ചെയ്ത് ഉണ്ണിക്കണ്ണൻ. ആശ്ചര്യം. അപ്പൊ എന്ത് വലിയ സർപ്പമായിരിക്കും അത്. ആശ്ചര്യം. രാക്ഷസന്മാരെയൊക്കെ കൊന്നു. ആര്? ഉണ്ണിക്കണ്ണൻ. ഒരു ചെറിയ ബാലന് ഈ രാക്ഷസന്മാരെ കൊല്ലാൻ ശക്തി ഉണ്ടോ? ആശ്ചര്യം. ചോദ്യമായിരുന്നെങ്കിലോ? എന്നാലും ആ ചെറിയ മുല കുടിക്കണ പ്രായത്തിൽ പൂതനയുടെ മൊത്തം വലിച്ചു കുടിച്ചു എന്ന് പറയണത്. അതിന് മാത്രം എനിക്ക് കണ്ടു തോന്നുന്നില്ല അത്രയും വലിയ വയറൊക്കെ ഉണ്ടെന്ന്. അത്രയും വലിയ കുടിച്ചു കൊടുക്കാൻ പറ്റുമോ? കേട്ടോ, ചോദ്യം വന്നു കഴിഞ്ഞാൽ ഭഗവത് തത്വത്തിൽ നിന്ന് നമ്മൾ അകന്നുപോയി. ആശ്ചര്യമാണെങ്കിലോ ഭഗവാനെ പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ പറ്റും. ആശ്ചര്യപ്പെടുക. ഓരോ തവണ ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും ആശ്ചര്യത്തിലെ നന്ദി ഉണ്ടാവുള്ളൂ. ഭഗവാനോട് നന്ദി. എന്താ ആശ്ചര്യം? ലൈഫിൽ നടക്കുന്ന ഓരോ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും ആശ്ചര്യത്തോടൊപ്പം കാണുമ്പോൾ അടുത്തതും ഭഗവാൻ തന്നെ അറിയാം എന്താണ് ലൈഫിൽ സംഭവിക്കേണ്ടതെന്നുള്ളത്. അത് ഭഗവാൻ തന്നെ നോക്കിക്കോളൂ. ഞാൻ എന്റെ കർമ്മം ആചരിച്ചങ്ങ് പോയാൽ മതി. കാരണം എന്താ? ഞാനും ഭഗവാനും ഒന്നല്ല. രണ്ടാണോ? അല്ല, ഒന്ന് തന്നെയാണ്. ആ ഭഗവത് തത്വം അങ്ങോട്ട് പ്രവഹിച്ചോട്ടെ. അതിൽ ഞാൻ എന്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കണ്ട, ചോദ്യം വരുത്തണ്ട, ആശ്ചര്യം മാത്രമാക്കിയാൽ മതി. അതോടെ എന്റെ ജീവിതം ഒരു കുത്തൊഴുക്കിൽപ്പെട്ട് എപ്രകാരമാണോ ഒഴുകി പോകുന്നത് എന്നതുപോലെ ഭഗവാൻ കൃത്യമായിട്ട് കൊണ്ടുപോയിക്കോളും. അവിടെ പൂർണ്ണ സമർപ്പണം സമ്മതിക്കണം. അതുകൊണ്ട് അർജുന, നീ ആത്മാവാണ് തിരിച്ചറിയുന്നത്. ആശ്ചര്യത്തോടൊപ്പം ഇരിക്കുക. ആശ്ചര്യത്തിൽ എല്ലാ ചോദ്യങ്ങളും മാറിപ്പോകട്ടെ. എന്നിട്ട് എഴുന്നേറ്റ് നിന്ന് യുദ്ധം ചെയ്യൂ. എഴുന്നേറ്റ് നിന്ന് നീ കർമ്മനിരതനാകൂ അർജുന. ഇതാണ് മരണത്തെക്കുറിച്ച് ഭഗവാൻ അർജുന് പകർന്നു കൊടുക്കുന്ന സാഖ്യയോഗം എന്ന് പറയുന്ന ഭാഗം. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ആണോ അല്ലയോ? ആണോ? അപ്പൊ ഒന്നും പേടിക്കണ്ട. പ്രത്യേകിച്ച് മരണത്തെ കുറിച്ച് ഒരിക്കലും പേടിക്കണ്ട. പ്രത്യേകിച്ച് മരണമുള്ള സ്ഥലങ്ങളിൽ പോകാൻ പേടിക്കുകയും ചെയ്യരുത്. അവിടെ പോകണം. കാരണം ജീവിതത്തിന്റെ ഏറ്റവും വലിയ സത്യത്തെയാണ് നമ്മൾ അവിടെ ദർശിക്കുന്നത്. ഇന്നെങ്കിൽ നാളെ ആ അവസ്ഥ ഞാനും അറിയേണ്ടതാണ്. ആണോ? എന്നാൽ ആ കിടക്കുന്ന പോലെ കിടക്കണം നിങ്ങൾ അല്ല. നിങ്ങളൊരു മനോഹരമായ യാത്രയിലേക്ക് കിടക്കാണ്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. കടോപനിഷത്തിൽ അതാ പറയുന്നത്. ഇറ്റ്സ് വെരി വെരി ബ്യൂട്ടിഫുൾ. ആ ഒരു അവസ്ഥ എന്നുള്ളത്, ഈ ശരീരം വെടിയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഇത്രയും ഒരു അനുഭൂതി ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടില്ല എന്നുള്ളത്. അത്രയും ആനന്ദമാണ്. ആനന്ദം. അതങ്ങ് വിട്ടേക്ക്. അത് സംഭവിക്കുന്ന സമയത്ത് സംഭവിച്ചോട്ടെ. അത് എനിക്കാണെങ്കിലും എൻ്റെ ഒപ്പമുള്ളവർക്കാണെങ്കിലും ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ബോധം അത് സർവ്വരിലും നിറഞ്ഞിരിക്കുന്നുണ്ട്, സർവചരാചരങ്ങളും നിറഞ്ഞിരിക്കുന്നുണ്ട്. ആ ബോധത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പേടിച്ച് പിന്മാറും. സത്യത്തിൽ ജീവിതം തുടങ്ങുന്നത് ആ ബോധസ്വരൂപത്തിൽ അധിഷ്ഠിതമാകുമ്പോൾ മാത്രമാണ്. അവിടെ ഒരു എക്സാംസും നിങ്ങളെ തകർക്കില്ല, ഒരു വ്യക്തിയുടെ വാക്കുകൾ നിങ്ങളെ തകർക്കില്ല, ഒരു അനുഭവങ്ങളും നിങ്ങളെ തളർത്തിക്കളയില്ല. എല്ലായിടത്തും സ്വസ്ഥമായിട്ട് മുന്നേറാൻ പറ്റും. അതാണ് ജീവിതം. കണ്ണടച്ച് വയ്ക്കൂ. കണ്ണടച്ച് വയ്ക്കൂ. തല നേരെ, നട്ടല നേരെ. കൃതജ്ഞതയുടെ ഒരു പുഞ്ചിരി മുഖത്ത് കൊണ്ടുവരണം. ദീർഘമായ ശ്വാസം അകത്തേക്കെടുക്കാം. പൂർണ്ണമായി ശ്വാസം പുറത്തേക്ക് വിടാം.
ഇന്ന് നമ്മൾ ഗ്രഹിച്ച ജ്ഞാനം ഏറ്റവും ശ്രേഷ്ഠമാണ്. ആത്മാവിനെ കുറിച്ചുള്ള സത്യം അതങ്ങനെ ഗ്രഹിക്കാൻ സാധിക്കില്ല. സത്യത്തിൽ അനുഗ്രഹത്തിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ആത്മാവിനെ, ആത്മസ്വരൂപത്തെ കുറിച്ച് അറിയാനുള്ള ഭാഗ്യം കിട്ടുകയുള്ളൂ. അതെനിക്ക് ഈ നിമിഷം സിദ്ധിച്ചു. അതിനോട് നന്ദി മാത്രമേ നമുക്ക് അർപ്പിക്കാൻ സാധിക്കൂ. എത്ര രൂപ കൊടുത്താലും എത്ര സ്ഥലം കൊടുത്താലും ഈ മഹാ അറിവിന്റെ മുന്നിൽ അതൊന്നുമല്ല. അതിനാൽ ഹൃദയത്തിൽ നന്ദി മാത്രം. കണ്ണുകൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഹൃദയ ധമനികളിലൂടെ കൃതജ്ഞതയുടെ വികാരം നിറഞ്ഞൊഴുകട്ടെ. ആ നിലവിനുള്ളിൽ നിറയുന്ന പരമാനന്ദത്തിൽ വിശ്രമിക്കൂ. ഹൃദയത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ സങ്കല്പിക്കും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഭാവത്തിൽ കണ്ടു. ഉണ്ണിക്കണ്ണനായോ, ഗുരുവായോ, യുദ്ധവീരനായോ, അതോ രാഷ്ട്രതന്ത്രജ്ഞനായോ, ഗോപികമാർക്കൊപ്പം നൃത്തമാടുന്ന ബാലകനായ കൃഷ്ണനായോ, ഏത് ഭാവത്തിലും നിങ്ങൾക്ക് കാണാം. ആ ഭഗവാനോടൊപ്പം ഈ നിമിഷം നിങ്ങളുടെ ആത്മാവ് ചേർന്നിരിക്കുന്നു എന്ന ഭാവത്തിൽ ഉള്ളിൽ കൃതജ്ഞതയോടൊപ്പം ഇരിക്കും. ഭഗവാനോടൊപ്പം ചേർന്നിരിക്കുന്ന ഭാവമാണ് വൃന്ദാവനം. ഇതാണ് വൃന്ദാവനം. ഇപ്പോൾ നിങ്ങൾ വൃന്ദാവനത്തിലാണ്. വൃന്ദാവനത്തിൽ മുരളിയെ നാദം മുഴക്കുന്ന, ആരെ മയക്കുന്ന ആ നാദത്തിൽ കൃഷ്ണനോടൊപ്പം ചേർന്നിരിക്കുന്നു. നമുക്ക് കൂടെ പാടാം.
നിറഞ്ഞ പുഞ്ചിരിയോടൊപ്പം ദീർഘമായ ശ്വാസം അകത്തേക്കെടുക്കാം.
പൂർണ്ണമായും ശ്വാസം പുറത്തേക്ക് വിടാം. നമുക്ക് ഒരുമിച്ച് ശാന്തി മന്ത്രം ചാൻറ്റ് ചെയ്യാം. പിന്നെ ആദ്യം ചാൻറ്റ് ചെയ്യാം, ശേഷം കൂടെ ഉറക്കെ ചാൻറ്റ് ചെയ്യാം. സഹനാ ഭവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ तेजस्विनावधीतमस्तु मा विद्विषावहै ॐ शान्ति शान्ति शान्तिः. നമുക്കേവർക്കും ഒരുമിച്ച് ഈ ജ്ഞാനത്തിൽ പങ്കുകൊള്ളാം. നമുക്കൊരുമിച്ച് ജ്ഞാനം മനസ്സിലാക്കി മനനം ചെയ്യാം. അങ്ങനെ തേജസ്വികളായി കൈകൾ പിടിച്ച് മുന്നേറുമ്പോൾ നമുക്കിടയിൽ ഒരു വിദ്വേഷവും ഉണ്ടാകാതിരിക്കട്ടെ. എൻ്റെ ഉള്ളിലും എൻ്റെ ചുറ്റുപാടുകളിലും എൻ്റെ സമൂഹത്തിലും ശാന്തിയും സമാധാനവും നിറയട്ടെ. സംതൃപ്തിയോടൊപ്പം ദീർഘമായ ശ്വാസമകത്തേക്ക്, സാവധാന ശ്വാസം പുറത്തേക്ക്. സാവധാനം കണ്ണുകൾ തുറക്കാം. ശ്രീ മഹാ ഭഗവത്ഗീത മഹാജ്ഞാനയജ്ഞം 2ാം ദിനം സമാപ്തം. നമുക്ക് പ്രസാദമുണ്ട്, പ്രസാദം കഴിച്ചിട്ടുണ്ട് അതിൽ പോകാൻ. അതോടൊപ്പം നാളെ, മറ്റന്നാളെ, പിറ്റന്നാൾ 2 ദിനം കഴിഞ്ഞു.